മനോഭാരത്താലഞ്ഞ് മനോവേദനയാൽ നിറഞ്ഞ് മനമുരുകി ഞാൻ കരഞ്ഞിടുമ്പോ എന്റെ യേശു എത്ര നല്ലവൻ. മനമുരുകി ഞാൻ കരഞ്ഞിടുമ്പോ എന്റെ യേശു എത്ര നല്ലവൻ. ഒരു നാളും കൈവിടില്ല, ഒരു നാളും ഉപേക്ഷിക്കില്ല, ഒരു നാളും മറക്കുകയില്ല. എന്റെ യേശു എത്ര വിശ്വസ്തൻ, ഒരു നാളും മറക്കുകയില്ല. എന്റെ യേശു എത്ര വിശ്വസ്തൻ. ഇന്നയോളം എന്നെ നടത്തി, ഇന്നയോളം എന്നെ പുലർത്തി. എന്റെ യേശു എത്ര നല്ലവൻ. അവനെന്നുമെന്നും മതിയായവൻ. എന്റെ യേശു എത്ര നല്ലവൻ. അവനെന്നുമെന്നും മതിയായവൻ. KL25R0606 എന്ന വാഹനം പാർക്ക് ചെയ്തിരിക്കുന്നതുകൊണ്ട് മാറ്റി കൊടുക്കണം. ദയവായി KL25R0606 എന്ന വാഹനം ദയവായി മാറ്റി കൊടുക്കണം. ദൈവതിരുനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. അഭിമൻ തിരുമേനിമാരെയും വന്യ വൈദിക ശ്രേഷ്ഠരെ, കർത്താവിൽ പ്രിയപ്പെട്ടവരെയും, വിവാഹ കൂദാശ ആരംഭിക്കുവാൻ പോകുകയാണ്. മണവാളനും മണവാട്ടിയും ദേവാലയത്തിൻ്റെ ഉള്ളിലേക്ക് കടന്നു വരണമെന്ന് പ്രത്യേകം ഓർപ്പിക്കുന്നു. ആദ്യം മണവാട്ടി ദേവാലയത്തിൻ്റെ ഉള്ളിലേക്ക് പ്രവേശിക്കണം. അതിന് പുറമെ മണവാളനും ദേവാലയത്തിലേക്ക് പ്രവേശിക്കണമെന്ന് സ്നേഹബുദ്ധിയാം ഓർപ്പിക്കുന്നു. മണവാളനും മണവാട്ടിയും ദേവാലയത്തിൻ്റെ ഉള്ളിലേക്ക് പ്രവേശിക്കണമെന്ന് പ്രത്യേകം ഓർപ്പിക്കുകയാണ്. സത്യമണാള സുന്ദരനെ പ്രിയനാഥനെ
സദയമിഹേ എഴുന്നള്ളുക നീ പ്രിയ കാന്തയെ വേണ്ട. സത്യമണാള സൂര്യപ്രഭയതു വെല്ലുവോൻ സ്നേഹത്തിൻ പനിനീർ സുമം അനുഗ്രഹങ്ങൾ ചൊരിയപ്പെടും ഇരുവരുമേകരെ തീർന്നിടും ഈ ദിനം ഇരുലോകങ്ങളിലാമോദം സത്യമണാള സുന്ദരനെ പ്രിയനാഥനെ സദയമിഹേ എഴുന്നള്ളുക നീ പ്രിയ കാന്തയെ വേണ്ട. സത്യമണാള സുന്ദരനെ പ്രിയനാഥനെ സദയമിഹേ എഴുന്നള്ളുക നീ പ്രിയ കാന്തയെ വേണ്ട. മണവാളിനും മണവാട്ടിയും ദേവാലയത്തിലേക്ക് കടന്നു വന്നിരിക്കുകയാണ്. കടന്നു വന്നിരിക്കുന്ന എല്ലാവരെയും ഒറ്റ വാക്കിൽ സ്വാഗതം ചെയ്യുന്നു. ഏതാനും ചില കാര്യങ്ങൾ നിങ്ങളെ ഓർപ്പിക്കുകയാണ്. ഈ ദേവാലയം വിശുദ്ധമായ ഒരു ദേവാലയമാണ്. അനേകർ കണ്ണുനീരോടുകൂടി പ്രാർത്ഥിക്കുന്ന ഒരു സ്ഥലമാണ്. ആകയാൽ ഈ ദേവാലയത്തിൽ ആരും ചെരുപ്പ് ധരിക്കുവാൻ പാടില്ല എന്ന് പ്രത്യേകം ഓർപ്പിക്കുന്നു. ആദ്യോടന്തം ഈ ശുശ്രൂഷയിൽ പ്രാർത്ഥനയോടുകൂടി നിങ്ങളെല്ലാവരും സംബന്ധിക്കണമെന്ന് പ്രത്യേകം ഓർപ്പിക്കുകയാണ്. 1 മണിക്കൂർ നീണ്ടു നിൽക്കുന്ന ഈ ശുശ്രൂഷയിൽ നിങ്ങളെല്ലാവരും ഭക്തിയോടുകൂടി സംബന്ധിക്കണമെന്ന് പ്രത്യേകം ഓർപ്പിക്കുന്നു. നിങ്ങളുടെ മൊബൈൽ ഫോൺ സ്വിച്ച് ഓഫ് മോഡിലേക്ക് മാറ്റുന്ന സന്തോഷമായിരിക്കും. 1 മണിക്കൂർ നീണ്ടു നിൽക്കുന്ന ശുശ്രൂഷയിൽ നിങ്ങളുടെ എല്ലാവരുടെയും പരിപൂർണമായ സഹകരണം ആവശ്യമാണ്. വാർദ്ധക്യത്തിലായിരിക്കുന്നവരോ രോഗികളായിരിക്കുന്നവർക്കും ഒക്കെ ഇരിക്കുവാൻ ചെയർ ക്രമീകരിച്ചിട്ടുണ്ട്. മറ്റുള്ള എല്ലാവരും ഈ കുഞ്ഞുങ്ങളുടെ അനുഗ്രഹത്തിന് വേണ്ടി നിന്നുകൊണ്ട് ഈ പ്രാർത്ഥനയിലും കുദാശകളിലും സംബന്ധിക്കുന്നതായിരിക്കും അനുഗ്രഹപ്രദമെന്ന് പ്രത്യേകം ഓർപ്പിക്കുന്നു. ഈ ശുശ്രൂഷകൾക്ക് മുഖ്യ കാർമ്മികത്വം വഹിക്കുന്നത് അഭിയുന്ന കുര്യാക്കോസ് മാർ ക്ലിമ്മീസ് തിരുമേനിയുടെ സാന്നിധ്യമുണ്ട്. അഭിയുന്ന ഡോക്ടർ ജോഷുവ മാർ നിക്കോദിമോസ് തിരുമേനിയുടെ സാന്നിധ്യമുണ്ട്. ഇരുപിതാക്കന്മാരെയും ദേവാലയത്തിലേക്ക് കുടുംബാംഗങ്ങളുടെ പേരിൽ സ്വാഗതം ചെയ്യുന്നു. കടന്നു വന്നിരിക്കുന്ന എല്ലാ കോർപ്പിസ്കോപ്പമാർ, ബഹുമാനപ്പെട്ട വൈദിക ശ്രേഷ്ഠർ, ശമാശന്മാർ, എല്ലാ പ്രിയപ്പെട്ടവരെയും ഒറ്റ വാക്കിൽ സ്വാഗതം ചെയ്യുകയാണ്. വിവാഹകുദാശ ആരംഭിക്കുന്നു. നമുക്ക് ശുശ്രൂഷ ആരംഭിക്കാം. പിതാവിനും പുത്രനും പരിശുദ്ധ റൂഹായിക്കും സ്തുതി. ആദ്യം മുതൽ എന്നേക്കും തന്നെ ആമേൻ. തൻ്റെ സ്തുതികളാൽ ആകാശവും ഭൂമിയും നിറഞ്ഞിരിക്കുന്ന ബലവാനായ ദൈവം തമ്പുരാൻ പരിശുദ്ധൻ 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 ഉയരങ്ങളിലെ സ്തുതി. ദൈവമായ കർത്താവിന്റെ തിരുനാമത്തിൽ വന്നവനും വരുവാനിരിക്കുന്നവനും വാഴ്ത്തപ്പെട്ടവനാകുന്നു. ഉയരങ്ങളിൽ സ്തുതി. ദൈവമേ, നീ പരിശുദ്ധനാകുന്നു. ബലവാനേ, നീ പരിശുദ്ധനാകുന്നു. മരണമില്ലാത്തവനെ, നീ പരിശുദ്ധനാകുന്നു. ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ടവനെ, ഞങ്ങളോട് കരുണ ചെയ്യണമേ. ദൈവമേ, നീ പരിശുദ്ധനാകുന്നു. ബലവാനേ, നീ പരിശുദ്ധനാകുന്നു. മരണമില്ലാത്തവനെ, നീ പരിശുദ്ധനാകുന്നു. ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ടവനെ,
ഞങ്ങളോട് കരുണ ചെയ്യണമേ. ദൈവമേ, നീ പരിശുദ്ധനാകുന്നു. ബലവാനേ, നീ പരിശുദ്ധനാകുന്നു. മരണമില്ലാത്തവനെ, നീ പരിശുദ്ധനാകുന്നു. ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ടവനെ, ഞങ്ങളോട് കരുണ ചെയ്യണമേ. ഞങ്ങളുടെ കർത്താവേ, ഞങ്ങളുടെ മേൽ അനുഗ്രഹം ചെയ്യണമേ. ഞങ്ങളുടെ കർത്താവേ, കൃപയുണ്ടായി ഞങ്ങളുടെ മേൽ അനുഗ്രഹം ചെയ്യണമേ. ഞങ്ങളുടെ കർത്താവേ, ഞങ്ങളുടെ ശുശ്രൂഷകളും പ്രാർത്ഥനകളും കൈക്കൊണ്ട് ഞങ്ങളുടെ മേൽ അനുഗ്രഹം ചെയ്യണമേ. ദൈവമേ, നിനക്ക് സ്തുതി. കർത്താവേ, നിനക്ക് സ്തുതി. പാപികളായ നിന്റെ അടിയാരോട് കരുണ ചെയ്യുന്ന മിശിഹാ രാജാവേ, നിനക്ക് സ്തുതി. പാലിക്കുമോ ക്രിസ്തനായ ഞങ്ങളുടെ പിതാവേ, നിന്റെ തിരുനാമം പരിശുദ്ധമാക്കപ്പെടണമേ. നിന്റെ രാജ്യം വരണമേ. നിന്റെ തിരുവിഷ്ടം സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. ഞങ്ങൾക്ക് ആവശ്യമുള്ള അപ്പം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോടും ക്ഷമിക്കണമേ. പരീക്ഷയിലേക്ക് ഞങ്ങളെ പ്രവേശിപ്പിക്കരുതേ, പിന്നെയോ ദുഷ്ടനിൽ ഞങ്ങളെ രക്ഷിച്ചുകൊള്ളണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും നിനക്കുള്ളതാകുന്നു. ആമീൻ. കൃപ നിറഞ്ഞ മറിയമേ, നിനക്ക് സമാധാനം. നമ്മുടെ കർത്താവ് നിന്നോടുകൂടി സ്ത്രീകളിൽ നീ വാഴ്ത്തപ്പെട്ടവളാകുന്നു. നിന്റെ ഉദരഫലമായ കർത്താവ് യേശു മിശിഹ വാഴ്ത്തപ്പെട്ടവനാകുന്നു. ശുദ്ധമുള്ള കന്യകമർത്തമറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും ദൈവം തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. ആമീൻ. ബലഹീനരും പാപികളുമായ ഞങ്ങളുടെ മേൽ അനുഗ്രഹങ്ങളും കരുണയും രണ്ട് ലോകങ്ങളിലും എന്നേക്കും ചെയ്യപ്പെടുമാറാകണമേ. ആമീൻ. ദൈവമായ കർത്താവേ, ഞങ്ങളുടെ സന്തോഷത്തിന്റെ ആരംഭവും ആനന്ദത്തിന്റെ പൂർത്തീകരണവും നിന്നോടുകൂടെയും നീ മുഖാന്തരം ഉണ്ടാകുവാൻ തക്കവണ്ണം അക്ഷയമായ സന്തോഷം ഞങ്ങളെ യോഗ്യരാക്കണമേ. ഞങ്ങളുടെ ദേഹികളും ആത്മാക്കളും നിന്നാൽ ആനന്ദിക്കുമാറാകണമേ. നിന്റെ കരുണയാൽ ഞങ്ങളുടെ ദുഃഖങ്ങൾ മായ്ക്കപ്പെടുകയും നിന്റെ ദയയാൽ ഞങ്ങളുടെ സുഹൃതങ്ങൾ വർദ്ധിക്കുകയും അനുഗ്രഹങ്ങൾ നിറഞ്ഞു കവുകയും ഞങ്ങളുടെ മനസാക്ഷികൾ ശ്രേഷ്ഠമായി തീരുകയും ചെയ്യണമേ. ഞങ്ങളുടെ മണവാളൻ പൂർണ്ണൻ മണവാട്ടി ശ്രേഷ്ഠയുമായി തീരണമേ. നിന്റെയും ആദ്യം മുതൽ നിന്നെ പ്രീതിപ്പെടുത്തിയിട്ടുള്ളവരായ സകല വിശുദ്ധന്മാരുടെയും കൂട്ടത്തിൽ അക്ഷയമായ സൗഭാഗ്യാവസ്ഥയിൽ ഞങ്ങൾ ആനന്ദിക്കുമാറാകണമേ. പിതൃപുത്ര വിശുദ്ധാത്മാവാൻ ദൈവമേ, നിന്റെ വിശുദ്ധന്മാരുടെ കൂട്ടത്തിൽ നിന്റെ വാത്സല്യവാന്മാരുടെ ഗണത്തിലും ചേർന്ന് നിന്നുകൊണ്ട് ഞങ്ങൾ നിനക്ക് സ്തുതിയും സ്തോത്രവും കരേറ്റുമാറാകണമേ. ഹോശോ വബുകൂല സുബാൻ ലവൽമീൻ. ദൈവമേ, നിന്റെ കൃപയിൻ പ്രകാരം എന്നോട് കരുണ ചെയ്യണമേ. നിന്റെ കരുണയുടെ ബഹുത്വത്തിൻ പ്രകാരം എന്റെ പാപങ്ങളെ മായ്ച്ചു കളയണമേ. എന്റെ ന്യായം തന്നെ നന്നായി കഴുകി എന്റെ പാപങ്ങൾ തന്നെ വെളിപ്പാക്കണമേ. എന്നാൽ എന്റെ അതിക്രമങ്ങൾ ഞാൻ അറിയുന്നു. എന്റെ പാപങ്ങൾ എപ്പോഴും എന്റെ നേരെ ഇരിക്കുന്നു. നിന്നോട് തന്നെ ഞാൻ പാപം ചെയ്തു, നിന്റെ തിരുമുമ്പിൽ തിന്മകൾ ഞാൻ ചെയ്തു. എന്നാൽ നിന്റെ വചനത്തിൽ നീ നീതീകരിക്കപ്പെടുകയും ന്യായത്തിൽ ജയിക്കുകയും ചെയ്യുവാനായിട്ട് തന്നെ. എന്തെന്നാൽ നീ ആജ്ഞാനുഭവിച്ചു, പാപങ്ങളിൽ എന്റെ മാതാവ് എന്നെ ഗർഭം ധരിക്കുകയും ചെയ്തു. എന്നാൽ നീതിയിൽ നീ ഇഷ്ടപ്പെട്ടു, നിന്റെ ജ്ഞാനത്തിന്റെ രഹസ്യങ്ങൾ എന്നെ നീ അറിയിച്ചു. നിന്റെ സ്വഭാവം എന്റെ മേൽ കളിക്കണമേ. ഞാൻ വെളിപ്പാക്കപ്പെടും, അതിനാൽ എന്നെ വെണ്മയാക്കണമേ. ഉറച്ച മഞ്ഞിനേക്കാൾ ഞാൻ വെണ്മയാകും. നിന്റെ ആനന്ദവും സന്തോഷം തൃപ്തിയാക്കണമേ. ക്ഷീണമുള്ള എന്റെ അസ്ഥികൾ സന്തോഷിക്കും. എന്റെ പാപങ്ങളെന്ന് നിന്റെ തിരുമുഖം തിരിച്ച് എന്റെ അതിക്രമങ്ങളൊക്കെ മായിക്കണമേ. ദൈവമേ, വെടിപ്പുള്ള ഹൃദയം എന്നിൽ സൃഷ്ടിക്കണമേ. സ്ഥിരതയുള്ള ആത്മാവിനെ എന്റെ ഉള്ളിൽ പുതുതാക്കണമേ. നിന്റെ തിരുമുമ്പിൽ എന്നെ തള്ളിക്കളയരുതേ. നിന്റെ വിശുദ്ധാത്മാവിനെ നടുക്കുകയും അരുതേ. എന്നാലോ നിന്റെ ആനന്ദവും രക്ഷ എനിക്ക് തിരിച്ചു തരണമേ. മഹത്തോളം നിന്റെ ആത്മാവിനെ താങ്ങുമാറാകണമേ. അപ്പോൾ ഞാൻ അതിക്രമക്കാരെ എന്റെ വഴി പഠിപ്പിക്കും. പാപികൾ നിങ്കിലേക്ക് തിരിയുകയും ചെയ്യും. എന്റെ രക്ഷയുടെ ദൈവമായ ദൈവമേ, രക്തത്തിൽ നിന്നെ രക്ഷിച്ചുകൊള്ളണമേ.
എന്റെ നാവ് നിന്റെ നീതിയെ സ്തുതിക്കും. കർത്താവേ, എന്റെ അധരങ്ങൾ എനിക്ക് തുറക്കണമേ. എന്റെ വായ് നിന്റെ സ്തുതികൾ പാടും. എന്തെന്നാൽ ബലികളിന് തിരുമനസ്സായില്ല, ഹോമബലികളിന് നിരപ്പായതുമില്ല. ദൈവത്തിന്റെ ഒരു താഴ്മയുള്ള ആത്മാവാകുന്നു. ദൈവം നിറഞ്ഞ ഹൃദയം നിരസിക്കുന്നില്ല. നിന്റെ ഇഷ്ടത്താൽ സിഹിയോനോട് നന്മ ചെയ്യണമേ. യെരൂശലേമിന്റെ മതിലുകൾ പണിയണമേ. അപ്പോൾ നീതിബലികളിലും ഹോമബലികളിലും നീ ഇഷ്ടപ്പെടും. അപ്പോൾ നിന്റെ ബലിപീഠത്തിന്മേൽ കാളകൾ ബലിയായി കരയേറും. ദൈവമേ, സ്തുതിക്ക് യോഗ്യമാകുന്നു. പാർക്കുമോ മെൻമൂലം മാതാമൽ മൂലം മീനാമി ധന്യൻ വിൺമൺവാസികളെ സന്തോഷിപ്പിച്ചോ. ഭക്തർ കരുളുക കരുണാത്തെ മശീഹ സന്തോഷം. മോതിരഭൂഷകളെ സദയം മോതിരമരുളി തിരുസഭയെ മശീഹ വിട്ടപ്പോ പരിപാവന തനുരുധിരങ്ങൾ കൈക്കൊണ്ടാളവളും. അൽമിദുക്കുൻ ശുഭഹോല ബോല ബറോവൽ റൂഹോ ഖാദിശോ. ഓലം മാതാവൽ മൂലം മീനാമി മാനവർ വാനവർ വന്ദിച്ച് പാഴ്ത്തി പാടുന്ന രഹസ്യം സംഭോജ്യം പിതാവും പുത്രനും പരിശുദ്ധ റൂഹായുമായ ദൈവമേ, ആകാശത്തെയും ഭൂമിയെയും ഉയരത്തെയും ആഴത്തെയും സംയോജിപ്പിച്ചതായ നിന്റെ സമാധാനം ഇപ്പോൾ പരസ്പരം സമീപിച്ചിരിക്കുന്ന ഞങ്ങളുടെ സഹോദരങ്ങളെ അവിടുന്ന് സംയോജിപ്പിക്കുകയും തന്മൂലം ആയുഷ്കാലം മുഴുവനും പരസ്പരം സ്നേഹിക്കുകയും സന്തോഷപൂർവ്വം അന്യോന്യം സ്വീകരിക്കുകയും ചെയ്യത്തക്കവണ്ണമുള്ള ഐക്യമത്യത്തിൽ ഉണ്ടാകുകയും ചെയ്യണമേ. ഓശോ വബുകുല സുബാലുൽമീൻ. ഓലം വാദാമോലം മീനാമി ഉപമകണാ ശ്രീമോക്ഷം നാനേവം ചാരുമുഖി പാരം ശ്രാവിക്കും പ്രിയനേവൻ എന്നാഥൻ അതിനായിരമതിലുത്തമനാ പൂങ്കാവാണിസറായേ ശുഭ്രൻ യാക്കോബില്ലതയിൽ രക്തത്തിൽ മൃദുലൻ ലബനോൻ താരകിലിൽ മാതിലിവൻ ദൈവസവൻ വിശ്രുതനാവിവനെ നാം വാഴ്ത്തിയിടും.
സ്തോമൻ കാലോസ് എല്ലാവരും പ്രാർത്ഥിച്ച കർത്താവിൽ നിന്ന് അനുഗ്രഹങ്ങളും മനോഗുണവും യാചിക്കണം. അനുഗ്രഹിക്കുന്നവനായ കർത്താവേ, ഞങ്ങളോട് കരുണ ചെയ്ത് ഞങ്ങളെ സഹായിക്കണമേ. സ്തോത്രവും പ്രഭയും പുകഴ്ചയും മാഞ്ഞു പോകാത്ത നല്ല ഉന്നതിയും സദാ ഇപ്പോഴും ഇടപെടാതെ കരേറ്റുവാനടിയങ്ങൾ യോഗ്യരായി ഭവിക്കണമേ. ബാറഖ്യമോർ വിജാതീയ പുത്രിയെ തനിക്ക് സഭയായി തെരഞ്ഞെടുത്ത് എല്ലാവിധ കളങ്കങ്ങളിൽ നിന്നും മാലിന്യങ്ങളിൽ നിന്നും തൻ്റെ വിജയരക്തത്താൽ അവളെ വെടിപ്പാക്കുകയും ഭൗമീയ സഭയ്ക്ക് വിവാഹ നിശ്ചയം ചെയ്ത് താൻ തന്നെ അവൾക്ക് വരനായി തീരുകയും അശുദ്ധ പിശാചുക്കളുടെ ദാസ്യത്തിൽ നിന്ന് അവളെ രക്ഷിച്ച് സർവ്വവിധ കടങ്ങളിൽ നിന്നും പാപങ്ങളിൽ നിന്നും സ്വാതന്ത്ര്യം നൽകുകയും ചെയ്ത സ്വർഗീയ മണവാളന് സ്തുതി. തൻ്റെ സഭയുടെ വിവാഹ വിരുന്നിലേക്ക് എല്ലാ വിജാതികളെയും സ്വജാതികളെയും ദീർഘദർശിമാരെയും സ്ത്രീയന്മാരെയും സകല വംശങ്ങളെയും ക്ഷണിച്ചവനായ കർത്താവ് വാഴ്ത്തപ്പെട്ടവനാകുന്നു. തൻ്റെ ദാസരുടെ മോതിരമാഴിൻ്റെ സമയത്തും സകല പെരുന്നാളുകളിലും നേരങ്ങളിലും കാലങ്ങളിലും ഞങ്ങളുടെ ആയുഷ്കാലമൊക്കെയിലും സ്തുതിയും ബഹുമാനവും ആരാധനയും ഈ പരിമളധൂപത്തോട് യോഗ്യമായിരിക്കുന്നു. ബുക്രൂന്യവുമോ സുതഹായ ലെവൽ മനുഷ്യരുടെ സർവവിജ്ഞാനത്തിൽ നിന്ന് ഉയർന്ന് അവയ്ക്ക് അതീതനായിരിക്കുന്നവനും സദാ നന്മകളിൽ സമ്പന്നനും തിന്മകളിൽ നിന്ന് വിദൂരനും ദൈവീയ അനുഗ്രഹങ്ങളുടെ ഉറവയുമായ ദൈവമേ, നീ അനശ്വരമായ വെടിപ്പുള്ള മോരോനും അനാദിന്യമായ നിലയിൽ എല്ലാവിധ കഷ്ടതകൾക്കും മരണത്തിനും അതീതനുമാകുന്നു. തൻ്റെ സൃഷ്ടിയെ അലങ്കരിച്ച് ശ്രേഷ്ഠമാക്കുകയും കരുണയോടെ സഹായിക്കുകയും അതിൻ്റെ ശക്തിക്ക് തക്കവണ്ണം നിന്റെ വിശ്വാസത്തെ മഹാമനസ്കതയോടെ അംഗീകരിക്കുകയും ചെയ്തവൻ നീയാകുന്നു. നിന്റെ വിശുദ്ധ സഭയ്ക്ക് നശിച്ചു പോകാത്ത വിധത്തിൽ നീ അനുഗ്രഹങ്ങൾ നൽകുകയും പരിമളവാസന കൊണ്ട് ദയവോടെ അതിനെ നിറയ്ക്കുകയും ചെയ്തു. നിന്റെ ദൈവീയ ഐശ്വര്യങ്ങൾ കൊണ്ട് കുറവ് വരാതിരിക്കുമാറ് ആത്മാവ് കൊണ്ടും അതിന് വിവാഹ നിശ്ചയം നടത്തി അതിനെ നിനക്ക് വധുവാക്കി തീർക്കുകയും ശത്രുവിൻ്റെ തറയിൽ ശക്തിയോടെ ചവിട്ടുകയും ചെയ്തു. ജയകരമായ നിന്റെ ശരീരരക്തങ്ങൾ അതിന് മോതിരമായിട്ട് വെടിപ്പോടെ നീ നൽകി. അതിനെ നീ സന്തോഷിപ്പിച്ച് നിന്റെ യോഗ്യതയേറിയ പ്രകാശത്താൽ മഹിമയോടെ പ്രകാശിപ്പിച്ചു. ദൈവികമായി നീ അതിന് നൽകിയ നൽവഴത്താൽ നിന്റെ കൂടെ അതിനെ വസിപ്പിച്ചു. പരിശുദ്ധ സ്ത്രീയന്മാർ മൂലം ക്രമമായി അതിന് നീ പൂർണ്ണത നൽകുകയും ചെയ്തു. ഭാര്യ ഭർത്താക്കന്മാരുടെ സന്തോഷം മോതിരങ്ങളാൽ പൂർത്തീകരിക്കപ്പെടുകയും വിവാഹ നിശ്ചയം ചെയ്യപ്പെട്ടിരിക്കുന്നവരുടെ ആനന്ദം മോതിരങ്ങൾ കൂടി ഏകീകരിക്കപ്പെടുകയും ചെയ്യണമെന്ന് നിശ്ചയിച്ചവൻ നീയാകുന്നു. ദൈവമായ കർത്താവേ, ഈ വന്യപിതാക്കന്മാർ ആശീർവദിച്ചിരിക്കുന്ന ഈ മോതിരങ്ങളെ നീ സന്തോഷപൂർവ്വം അനുഗ്രഹിക്കണമേ. ഈ മോതിരങ്ങളെ നീ അനുഗ്രഹിക്കുകയും ശാപമായിരുന്നത് ഇതിനാൽ വിശുദ്ധമായി തീരുവാൻ സംഗതിയാക്കുകയും ചെയ്യണോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. കർത്താവേ, നിന്റെ വിശുദ്ധ സഭയുടെ മോതിരത്തെ നീ അനുഗ്രഹിച്ച പോലെ നിന്റെ അനുഗ്രഹങ്ങളാൽ ഈ മോതിരങ്ങളെയും അനുഗ്രഹിക്കണമേ. ദൈവമായ കർത്താവേ, ഞങ്ങളുടെ പുത്രനായ ഈ മണവാളിനും പുത്രിയായി മണവാട്ടിയും ജ്ഞാനസമ്പൂർണരും നിറവുള്ളവരുമായി തീരുവാൻ ഇടയാക്കണമേ. കർത്താവേ, ഇവരുടെ വിവാഹം സകല മാലിന്യങ്ങളിൽ നിന്നും ക്ലേശങ്ങളിൽ നിന്നും അകന്നിരിക്കുവാൻ കൃപയോടെ നീ സംഗതിയാക്കണമേ. ദൈവമായ കർത്താവേ, ഇഹത്തിലും പരത്തിലും അഭംഗമായി ഇവരെ നീ സന്തോഷിപ്പിക്കുമാറാകണമേ. നശ്വരമായ ഈ മണവറയിൽ ഇവരുടെ ആയുഷ്കാലം മുഴുവനും വിവിധ തരത്തിൽ ഇവരെ അലങ്കരിക്കുകയും ഇറയന്മാരും മാലാഖമാരും ഇടവിടാതെ സന്തോഷിച്ചുകൊണ്ടിരിക്കുന്ന ആ സ്വർഗീയ മണവറയിലേക്ക് കരുണയോടെ ഇവരെ ആനയിക്കുകയും ചെയ്യണമേ. കർത്താവേ, തിരുമുമ്പാകെ സന്നിഹിതരായിരിക്കുന്ന ഈ ജനക്കൂട്ടത്തെയും പാപങ്ങളിൽ നിന്നും ക്ലേശങ്ങളിൽ നിന്നും മാലിന്യങ്ങളിൽ നിന്നും പ്രഭാതങ്ങളിൽ നിന്നും സ്നേഹത്തോടെ നീ സ്വതന്ത്രരാക്കിക്കൊള്ളണമേ. ഇവർ നിന്നാൽ അനുഗ്രഹിക്കപ്പെടുകയും നിന്നെ വാഴ്ത്തുകയും തിരുമുമ്പാൽ നിന്ന് ഇടപെടാതെ നിന്നെയും നിന്റെ പിതാവിനെയും പരിശുദ്ധമായി സ്തുതിക്കുകയും ചെയ്യുമാറാകണമേ. ബാറഖ്മോ അതിപ്പോഴും
എപ്പോഴും എന്നും എന്നേക്കും തന്നെ. കടങ്ങൾക്ക് പരിഹാരവും പാപങ്ങൾക്ക് മോചനവും രണ്ട് ലോകങ്ങൾ നയിക്കുന്ന കൈക്കൊള്ളുമാറാകട്ടെ. പതിവ്രതയാ പരിപാവന സഭയെ വാനോൻ കാന്തൻ കേട്ടൊരു നേരം വീടിൻ ഭരണം ശീമോനെ കൽപ്പിച്ചാൻ വിലയേറിയിടും ഞാൻ വാങ്ങിയൊരു സഭയെ നിങ്ങൾ സംരക്ഷിപ്പിൻ. പാർക്കുമോ ഓലം വാദാമോലം വിശ്വസ്തേ സഭയെ ഭയമെന്നിൻ ഉള്ളിൽ ക്ലേശം ദേശം വേണ്ട. ലോകത്തിൻ്റെ അവസാനത്തിൽ വാഴും നീയാപത്തിൻ വിമലാത്മാവിൻ ഗേഹം പാർത്താ നിഷ്ഠയും വെടിപ്പുള്ള ആത്മാക്കളെ തനിക്കായി നിശ്ചയം ചെയ്യുന്ന സാക്ഷാൽ സത്യമണവാളനായുള്ളവേ, തിരുമുമ്പാകെ നിൽക്കുന്ന ബലഹീനരായ ഞങ്ങളുടെ മധ്യസ്ഥം മൂലം പരസ്പരം നിശ്ചയം ചെയ്യപ്പെടുകയും തങ്ങളുടെ മണവാളത്തിൻ്റെ മധ്യസ്ഥനായി നിന്നെ അംഗീകരിക്കുകയും ചെയ്തിരിക്കുന്ന ഈ ദാസരിൽ നിന്ന് സുഹൃത നടപടികളാവുന്ന മധുര പരിമളം വീശുവാൻ ഇവരെ നീ യോഗ്യരാക്കണമേ. ആത്മാർത്ഥമായ സ്നേഹവും യോജിപ്പും ശാന്തതയും വികാരപരിതമില്ലാത്ത ഐക്യവും ഇതിലുണ്ടാകുമാറാകണമേ. ആത്മാവിലും ശരീരത്തിലും പരസ്പരം നിർമ്മലത സംരക്ഷിക്കുവാൻ ഇവർക്ക് ശക്തി നൽകണമേ. ഇവർ നിനക്കും നിന്റെ പിതാവിനും പരിശുദ്ധ റൂഹായിക്കും സ്തുതിയും സ്തോത്രവും സമർപ്പിക്കുമാറാകണമേ. തന്റെ കരുണയാലും ബഹുലമായ കൃപയാലും ഈ മോതിരങ്ങളെ ആശീർവദിക്കുന്ന പിതാവിനും പുത്രനും പരിശുദ്ധ റൂഹായിക്കും സ്തുതി. വിശുദ്ധ സഭാ സന്താനങ്ങളുടെ സന്തോഷപൂർത്തിക്കായി പിതാവിന്റെയും പുത്രന്റെയും ജീവനുള്ള പരിശുദ്ധ റൂഹായുടെ നാമത്തിൽ ഈ മോതിരങ്ങൾ ആശീർവദിക്കപ്പെട്ടിരിക്കുന്നു. നമ്മുടെ ദൈവമായ കർത്താവ് യേശുമിശിഹായുടെ വലതുകൈ കരുണയോടെ നിങ്കിലേക്ക് നീട്ടപ്പെടുകയും നിന്റെ വിവാഹ നിശ്ചയത്തിനുള്ള ഈ മോതിരത്തോടുകൂടി അവിടുത്തെ കൃപയും അനുഗ്രഹങ്ങളും നിനക്ക് ലഭിക്കുകയും ചെയ്യുമാറാകട്ടെ. കൃപ നിറഞ്ഞതും അനുഗ്രഹപ്രദവുമായ വലതുകൈ ആയുഷ്കാലം മുഴുവൻ നിന്നോടുകൂടെ ഉണ്ടായിരുന്ന് നിന്നെ കാത്തുകൊള്ളുകയും ചെയ്യുമാറാകട്ടെ. പറക്കുമാർ നമ്മുടെ കർത്താവ് യേശുമിശിഹായുടെ അനുഗ്രഹപൂർണമായ വലതുകൈ അദൃശ്യമായി നിങ്കിലേക്ക് നീട്ടപ്പെടുകയും പരിശുദ്ധ ശ്രീയന്മാരിൽ നിന്ന് എന്ന പോലെ ഈ വന്യപിതാക്കന്മാരുടെ കൈകളിൽ നിന്ന്
നിന്റെ വിവാഹനിശ്ചയത്തിലുള്ള ഈ മോതിരം നീ പ്രാപിക്കുകയും ചെയ്യട്ടെ. ആത്മശരീരങ്ങളുടെ സ്വസ്ഥതയോടും ഹൃദയ സന്തോഷത്തോടും കൂടി പിതാവിനും പുത്രനും പരിശുദ്ധരുമായിരിക്കും നീ സ്തുതി കരേറ്റുകയും ചെയ്യുമാറാകട്ടെ. ഓശോ ബാറക്കുമോ വിശുദ്ധ സഭയുടെ സന്തോഷത്തെ തൻ്റെ മെച്ചിയ മൂലം പൂർത്തീകരിച്ച ദൈവമായ കർത്താവ് പരസ്പരം വിവാഹ നിശ്ചയം കഴിഞ്ഞിരിക്കുന്ന ഈ നമ്മുടെ മക്കളെ സത്യത്തിലും നീതിയിലും സമ്പൂർണ്ണരാക്കുകയും ഇവർ ധരിച്ചിരിക്കുന്ന ഈ മോതിരങ്ങളോടുകൂടെ സ്വർഗീയ അനുഗ്രഹങ്ങൾ ഇവർക്ക് നൽകുകയും പരിപാകതയാൽ ഇവരെ അലങ്കരിക്കുകയും വിനയത്താൽ ഇവരെ ശ്രേഷ്ഠരാക്കുകയും ചെയ്യട്ടെ. ഇസ്ഹാക്കിൻ്റെയും റിബേക്കായുടെയും വിവാഹ നിശ്ചയത്തെ സ്വർണ്ണാഭരണങ്ങളാൽ പൂർത്തിയാക്കിയതുപോലെ ഇവരെ നീതിയാകുന്ന മോതിരങ്ങൾ കൊണ്ട് പൂർണ്ണരാക്കട്ടെ. മണവാളനെ തൻ്റെ രക്ഷയാൽ ആനന്ദിപ്പിക്കുകയും മണവാട്ടിയെ ശാശ്വതവും അക്ഷയമായ മനോഹര ഭൂഷണങ്ങളാൽ അലങ്കരിക്കുകയും ചെയ്യുമാറാകട്ടെ. സ്വർണ്ണാഭരണങ്ങൾ കൊണ്ടുള്ള അലങ്കാരങ്ങളേക്കാൾ മഹിമയേറിയ വെടിപ്പിൻ മുദ്ര കൊണ്ട് ഇവർ അലങ്കരിക്കപ്പെടുമാറാകട്ടെ. ഇവരുടെ അന്യോന്യ ബന്ധവും ചേർച്ചയും തൻ്റെ പ്രീതിക്കും യോഗ്യമായ വിധത്തിലുള്ള സ്വഭാവ വളർച്ചയ്ക്കും ഉതകുവാൻ ദൈവമായ കർത്താവ് സംഗതിയാക്കട്ടെ. സകല കപട സ്നേഹത്തെയും ഇവരിൽ നിന്ന് നീക്കിക്കളയുകയും അന്യോന്യം സ്നേഹിപ്പാനായി സ്നേഹാഗ്നി കൊണ്ട് ഇവരുടെ ഹൃദയങ്ങളെ ഉജ്ജ്വലിപ്പിക്കുകയും ചെയ്യട്ടെ. അക്ഷയമായ സൗന്ദര്യം കൊണ്ട് ഇവരെ അലങ്കരിക്കുമാറാകട്ടെ. സുരഭിലങ്ങളായ ശുശാന പുഷ്പങ്ങളെക്കാൾ സൗരഭ്യമേറിയ പരിപാകതയാൽ ഇവരുടെ മനസ്സാക്ഷിയെ നയിക്കുവാൻ സംഗതിയാക്കട്ടെ. മനുഷ്യവർഗത്തെ വിദ്വേഷിക്കുന്ന അസ്യാലുക്കളായ ദുഷ്ടമനുഷ്യരുടെ കൈകളിൽ നിന്ന് ദൈവനമ്പുരാൻ ഇവരെ സംരക്ഷിച്ചു കൊള്ളട്ടെ. പാവനമായ വിവാഹത്തിൻ്റെ നിർമ്മല മാർഗത്തെ വഷളാക്കുന്ന ദുഷ്ടാത്മാക്കളിൽ നിന്നും ഇവരെ കാത്തുകൊള്ളുകയും ചെയ്യട്ടെ. കർത്താവിൻ്റെ സന്നിധിയിൽ നിന്ന് നല്ല കാലങ്ങളും അനുഗ്രഹ സമ്പൂർണമായ സംവത്സരങ്ങളും ഇവർക്ക് നൽകുമാറാകട്ടെ. ദൈവമായ കർത്താവേ, നിന്റെ മഹിമയുടെ മുമ്പാകെ നിൽക്കുന്ന ബലഹീനരും പാപികളുമായ ദാസരാകുന്ന ഞങ്ങളുടെ പ്രാർത്ഥനകളെ അവിടുന്ന് കേൾക്കണമേ. ഇവർക്ക് അനുഗ്രഹീത സന്താനങ്ങളെയും സൗഭാഗ്യകാലങ്ങളെയും നൽകണമേ. സൽപ്രവൃത്തികളാകുന്ന സമ്പാദ്യം ഇവർക്ക് വർദ്ധിപ്പിക്കണമേ. നിന്നുള്ള സത്യവിശ്വാസത്തിൽ ഇവരെ സ്ഥിരപ്പെടുത്തിക്കൊള്ളണമേ. അതിൽ തന്നെ സദാസ്ഥിതി ചെയ്യുവാനും ഇവരുടെ മക്കൾക്കും അതിനെ അവകാശമായി നൽകുവാനും കൃപ ചെയ്യണമേ. ഈ വിരുന്നിനായി ഒരുങ്ങി വന്നിരിക്കുന്നവർക്ക് നിന്റെ കരുണകളും അനുഗ്രഹ സമൃദ്ധിയായി നൽകണമേ. നിന്റെ വിജയശ്രീപായാൽ ഈ മണവാളനെയും മണവാട്ടിയെയും കാത്തുകൊള്ളണമേ. പിതാവും പുത്രനും പരിശുദ്ധ റൂഹായുമായുള്ളവേ, ഞങ്ങളെല്ലാവരുടെ മേലും നിന്റെ കരുണകൾ വർഷിക്കുകയും ചെയ്യണമേ. ബർക്കുമോർ ഹുസോ വബുകുലസുബാൻ. സഭയാം തിരുസഭയാമീ ഞാൻ അത്യുന്നതനുടെ മണവാട്ടി പാവന സഭ ചൊല്ലിയിടുന്നു. എൻ വരദേവൻ ഞാൻ ധന്യ വന്ദിക്കുന്നേൻ വന്നെന്നേ വേട്ടൊരു മണവാളൻ തന്നെ എന്നെ മാമോദീസായ ആത്മീയായുധമാണീച്ച വിരലിന്മേൽ തങ്ങൾ മോതിരമായും സീപ്പായ ഞാൻ വേട്ടോളാം സുമുഖി സ്വാഗതമോതും കാതലിഖേദം ഞാൻ പോകെ വിട്ടിടാഞ്ഞ മുറിയോരാകെ പലരുവതാരേ. ദൈവത്താൽ നീതീകരിക്കപ്പെട്ട സാക്ഷ്യത്തിനായി ഒരുങ്ങി വന്നിരിക്കുന്ന വിശ്വാസികളെ, നിങ്ങളുടെ ബുദ്ധിമുട്ടിന് 30, 60, 100 ഇരട്ടിയായി ദൈവം തമ്പുരാൻ നിങ്ങൾക്ക് പ്രതിഫലം നൽകുമാറാകട്ടെ. എപ്പോഴും നിങ്ങൾക്ക് നന്മകൾ നൽകുമാറാകട്ടെ. നമ്മുടെ കർത്താവിൻ്റെ വിജയ സ്ലീവ രാവും പകലും നിങ്ങളോടുകൂടെ സ്ഥിതി ചെയ്ത് ദുഷ്ടനിൽ നിന്നും അവൻ്റെ സൈന്യങ്ങളിൽ നിന്നും നിങ്ങളെ കാത്തുകൊള്ളുകയും ചെയ്യട്ടെ. ഈ ശുശ്രൂഷയുടെ
പ്രധാന കാർമ്മികനായിരിക്കുന്ന വലിയ മെത്രാപ്പോലീത്ത അഭ്യുതനായ കുര്യാക്കോസ് മാർ ക്ലീമീസ് തിരുവനന്തപുരത്തുകൊണ്ട് ഈ മക്കൾക്ക് അനുഗ്രഹ ആശംസകൾ നേർന്ന് ഇപ്പോൾ കൽപ്പിച്ച് സംസാരിക്കുന്നതായിരിക്കും. ദൈവത്തിൻ്റെ വലിയ നാമത്തിൽ മഹത്വം ഉണ്ടായിരിക്കട്ടെ. നമ്മുടെ നിലക്കൽ ഭദ്രാസന മെത്രാപ്പൊലീത്തൻ്റെ ഇളയ സഹോദര മെത്രാപ്പൊലീത്തമായിരിക്കുന്ന അഭിയന്യ നിക്കോദിമസ് തിരുമേനി, ഒന്നയാക്കോർ എപ്പിസ്കോപ്പന്മാർ, വൈദിക ശ്രേഷ്ഠരെ, പ്രിയ മാതാപിതാക്കളെ, സഹോദരി സഹോദരന്മാരെ, വാത്സല്യമുള്ള കുഞ്ഞുങ്ങളെ, പ്രിയ വധൂവരന്മാരെ, ഏവർക്കും സ്നേഹവന്ദനം. വാഴ്ത്തപ്പെട്ട മോതിരങ്ങളുടെ സ്വീകരണത്തോടു കൂടി വിവാഹ കൂദാശയുടെ ഒന്നാമത്തെ ശുശ്രൂഷ ഇവിടെ സമാപിച്ചിരിക്കുകയാണ്. ഇനി നടക്കേണ്ടത് കിരീടം വാഴുവിൻ്റെ ശുശ്രൂഷയാണ്. ഇതെല്ലാം നമുക്ക് വളരെ പരിചിതമാണ്. നല്ല ഗായക സംഘക്കാർ പാടുമ്പോൾ അതിൻ്റെ കൂടെ പാടി അതിൽ അങ്ങനെ ലയിച്ച് ഈ ശുശ്രൂഷയിൽ സംബന്ധിക്കുന്നു എന്നുള്ളത് ഏറെ സന്തോഷമാണ്. നമ്മളെല്ലാവരും മാമോദിസ ഏറ്റവരും അന്ന് തന്നെ വിശുദ്ധ മൂറോൻ അഭിഷേകവും വിശുദ്ധ കുർബാനയും അനുഭവിച്ചവരാണ്. അത് നമ്മൾ തന്നെത്താൻ നമ്മൾ സ്വന്തമായി സ്വീകരിക്കുന്ന കൂദാശ അല്ലെങ്കിൽ കൂദാശകൾ 3 കൂദാശ ഒരു ദിവസം തന്നെ സ്വീകരിച്ചിട്ടുണ്ട്. ഇതൊരു വലിയ അനുഭവമാണ്, അനുഗ്രഹമാണ്. എന്നാൽ പിന്നീട് വരുന്ന സമയത്ത് വിവാഹം കഴിക്കുമ്പോൾ 2 പേരൊന്നിച്ചായി കൂദാശ സ്വീകരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ആ ശ്രേഷ്ഠതയൊന്ന് ചിന്തിക്കാൻ വേണ്ടി മാത്രം ഞാൻ ഓർമ്മിപ്പിക്കുകയാണ്. കൂദാശ എന്ന് പറയുന്നതിൻ്റെ വലിയ അർത്ഥമൊക്കെ നമ്മൾ പഠിക്കുകയും പഠിപ്പിക്കുകയൊക്കെ ചെയ്യുന്നവരാണല്ലോ. അപ്രത്യക്ഷമായ കൃപ പ്രത്യക്ഷമായ കർമ്മത്തിൽ കൂടി ലഭിക്കുന്നു. അത് മാമോദീസായിലും വിശുദ്ധ മൂറോൻ അഭിഷേകത്തിലും വിശുദ്ധ കുർബാനയിലും ലഭിക്കുന്നു. അതുപോലെ തന്നെ വിവാഹ കൂദാശയിലും ഒരു അപ്രത്യക്ഷമായ കൃപ പ്രത്യക്ഷമായ കർമ്മത്തിൽ കൂടി ഇവർക്ക് ലഭിക്കുന്നു. അത് 2 പേരും കൂടെ സ്വീകരിക്കുമ്പോൾ അതിനൊരു തരത്തിലും ഭംഗം വരാത്തവണ്ണമാണ് നമ്മുടെ കർത്താവ് കൽപ്പിച്ച് തുടർച്ചയായി സ്ലീഹന്മാർ മൂലം ഇന്നുവരെയും പാലിച്ചു വരുന്നത്. അത്രയ്ക്ക് കൂദാശയുടെ ആ ശ്രേഷ്ഠത ഇപ്പോഴൊന്ന് ചിന്തിക്കുക. ഇവർ 2 പേരും 2 ഭവനങ്ങളിൽ 2 പശ്ചാത്തലങ്ങളിലൊക്കെ വളർന്നു വന്ന് ഒരു സഭയിലെ വിശ്വാസത്തിൽ വന്ന ഈ ഒരു കൂദാശ 2 പേരും കൂടെ സ്വീകരിക്കുമ്പോൾ അതിൻ്റെ ശ്രേഷ്ഠതയൊന്ന് ചിന്തിച്ചുകൊള്ളുക. രണ്ടാമത് ഓർമ്മിപ്പിക്കുവാനുള്ളത്, ഈ കൂദാശയിൽ അതായത് മോതിരമ്പാടിൻ്റെ ശുശ്രൂഷയിലെ പ്രധാനപ്പെട്ട ഒരു ആശയം മാത്രം ഒരു വാചകത്തിൽ ഓർമ്മ. ഇസഹാക്കിൻ്റെയും റിബേക്കായുടെയും വിവാഹ നിശ്ചയത്തെ സ്വർണ്ണാഭരണങ്ങളാൽ പൂർത്തിയാക്കിയതുപോലെ ഇവരെ നീതിയാകുന്ന മോതിരങ്ങളുടെ പൂർണ്ണരാക്കണമെന്നൊരു വാചകമുണ്ടായിരുന്നു ആ പ്രാർത്ഥനയിൽ. മോതിരം ഇട്ട് കൊടുത്ത് വെച്ചാൽ ദീർഘമായൊരു പ്രാർത്ഥന ഉണ്ടായിരുന്നു. അതിലെ ഒരു വാചകമാണ് ഇസഹാക്കിൻ്റെയും റിബേക്കായുടെയും വിവാഹ നിശ്ചയത്തെ സ്വർണ്ണാഭരണങ്ങളാൽ പൂർത്തിയാക്കിയതുപോലെ. അതിൻ്റെ ബാക്കി സ്വർണ്ണാഭരണം കൊണ്ട് പൂർത്തിയാക്കണമെന്നല്ല പിതാക്കന്മാർ എഴുതിയിരിക്കുന്നത്. അതെന്താണെന്ന് എനിക്ക് വളരെ സംശയമാണ്. ആദ്യകാലങ്ങളിലൊക്കെ കുറേ നാളത്തേക്ക് അർത്ഥം അറിയാതെ അത് ചൊല്ലിയത്. പിന്നെ ഇതിങ്ങനെ ചൊല്ലുന്നത് ശരിയല്ലല്ലോ എന്ന് വിചാരിച്ച് നമ്മുടെയൊക്കെ വലിയ ഗുരുവായ വട്ടക്കുന്നലെ ബാവാ തിരുമേനി, മാത്യൂസ് പ്രഥമൻ ബാവാ തിരുമേനി, പൗലോസ് മാർ ഗ്രിഗോറിയസ് തിരുമേനി, ഫാദർ എൻ എ യോഹൻ അല്ലെങ്കിൽ യുഹാനോൻ മാർ സേബറിയസ് തിരുമേനി, അവരൊക്കെ എൻ്റെ മൽപ്പാനായിരുന്നു. അവരോടൊക്കെ ചോദിച്ചപ്പോൾ പറഞ്ഞു, അത് പിതാക്കന്മാർ വളരെ അർത്ഥപൂർണമായി ആ ക്രമത്തിൽ എഴുതിയിരിക്കുകയാണ്. അതിപ്രകാരമാണ് പറഞ്ഞു തന്നത്. സ്വർണ്ണാഭരണങ്ങളൊക്കെ ഉപയോഗിച്ച കാലം പഴയ നിമിത്തം ഇസഹാക്കിൻ്റെ റബേക്കായുടെ അങ്ങനെ ഇപ്പോഴും സ്വർണ്ണം ഉപയോഗിക്കുന്നുണ്ട്. എത്ര ഉപയോഗിച്ചാലും മതിയാകത്തുമില്ല, ഉപയോഗിക്കുന്നുണ്ട്. പക്ഷേ ഇവർ പൂർണ്ണരാകണമെങ്കിൽ നീതിയാകുന്ന മോതിരം അണിയണം. അപ്പം അത് ഒരടയാള രൂപത്തിൽ സിമ്പലായിട്ട് ഇപ്പോൾ ഈ ശുശ്രൂഷയിൽ നടത്തുകയാണ്. ഈ സ്വർണ്ണമോതിരം ഇവർക്ക് ഇട്ടുകൊടുത്തു. അപ്പോൾ അതിൻ്റെ കൂടെ ഇത് കാണാവുന്നതാണ്.
അതിൻ്റെ കൂടെ ഇൻവിസിബിളായിട്ടുള്ള നീതിയാകുന്ന മോതിരം കൂടെ ഇട്ടിട്ടുണ്ട്. അത് ഒരു സിമ്പലെന്ന് ഞാൻ പറഞ്ഞില്ല, ഇത് എല്ലാം സിമ്പലാണ്. ഇത് കുരിശ് വലിയ സിമ്പലാണ്. വിവാഹകൂദാശയിലെ മോതിരം ഒരു സിമ്പലാണ്. സിമ്പൽ സ്പീക്സ് പവർഫുള്ളി. കുരിശ് എവിടെ കണ്ടാലും നമുക്കറിയാം അതിൻ്റെ അർത്ഥമൊക്കെ. വിവാഹം കഴിക്കുന്നവർക്ക് മോതിരം ഇടുമ്പോൾ അത് വളരെ സൂക്ഷിക്കും. അവർ വളരെ ശ്രദ്ധയോട് സൂക്ഷിക്കും. എന്താണ് ആ ബന്ധത്തിൻ്റെ വലിയ ആഴം. പക്ഷേ ഇതിൻ്റെ കൂടെ ഇൻവിസിബിളായിട്ടുള്ള നീതിയാകുന്ന മോതിരം കൂടെ ഇട്ടിട്ടുണ്ട്. എങ്കിൽ മാത്രമേ ഇത് വിവാഹ ജീവിതം പൂർണ്ണമാകത്തുള്ളൂ. അതാണ് അതിൻ്റെ അർത്ഥം എന്ന് മനസ്സിലായി. അത് വിവാഹം കഴിച്ചവർ ഇവിടെ മനസ്സിലാക്കണം, കഴിക്കുന്നവർ മനസ്സിലാക്കണം, ഇനി കഴിക്കാനുള്ളവർ മനസ്സിലാക്കണം. നീതിയാകുന്ന മോതിരം ഇട്ട് സൂക്ഷിച്ചെങ്കിലേ നമ്മൾ പൂർണ്ണതയിൽ എത്തുകയുള്ളൂ. അത്രയും മാത്രമേ അതിനെക്കുറിച്ച് പറയുന്നുള്ളൂ. രണ്ടാമത് ഇനിയും കിരീടം വാഴുന്ന ശുശ്രൂഷയാണ് കുരിശ്. കർത്താവിൻ്റെ കുരിശാണ് നമ്മളെല്ലാവരുമാണ്. ഞങ്ങളും നിങ്ങളും എല്ലാം ആരായിരുന്നാലും. ഞങ്ങളുടെയൊക്കെ തലയിൽ 13 കുരിശ്, കയ്യിലൊരു വലിയ കുരിശ്, പിന്നെ കഴുത്തലൊരു കുരിശ്, ഇഷ്ടം പോലെ ഉണ്ട് കുരിശ്. നിങ്ങൾക്കൊക്കെ ഓരോ കുരിശ് മതി. അത് പക്ഷേ ഒരു കുരിശായാലും എണ്ണത്തിൽ എത്ര കൂടിയാലും അതിൻ്റെ അർത്ഥം വളരെ ആഴമാണ്. ഇത് കാണുമ്പോൾ 2 വാക്ക് മാത്രമേ ഞാൻ പറയുന്നുള്ളൂ: സ്നേഹവും ത്യാഗവും. ത്യാഗവും സ്നേഹവും. കർത്താവ് സ്നേഹിച്ചതുപോലെ സ്നേഹിക്കണം. നടക്കുന്ന കാര്യമല്ല. കർത്താവ് സ്നേഹിച്ചതുപോലെ സ്നേഹിക്കും. കർത്താവാണ് വലിയ മാതൃക നമുക്ക്. ഈസ് എ ഗ്രേറ്റസ്റ്റ് മോഡൽ. പക്ഷേ ഒരു ഭാര്യാഭർത്താക്കന്മാർ കർത്താവിൻ്റെ സ്നേഹം കണ്ട് അത് അന്യോന്യം സ്നേഹിക്കുകയും കുടുംബത്തിൽ ആ സ്നേഹം കൊടുക്കുകയും മക്കൾക്ക് കൊടുക്കുകയും കൊച്ചുമക്കൾക്ക് കൊടുക്കുകയും ഇങ്ങനെ കൊടുത്തുകൊണ്ടിരിക്കണം. അതാണ് അതിൻ്റെ അർത്ഥം. കർത്താവ് സ്നേഹിച്ചോളൂ. കർത്താവ് ത്യാഗം സഹിച്ചു. അത് നടക്കുന്ന കാര്യമല്ലെങ്കിലും അതാണ് മാതൃക. അങ്ങനെ ആ മാതൃകയോടുകൂടി സ്നേഹം, ത്യാഗം, ത്യാഗം, സ്നേഹം, അങ്ങനെ ജീവിക്കുവാൻ തക്കവണ്ണം അവർക്ക് സാധിക്കട്ടെ. മൂന്നാമത്, ഇവർ ഈ ശുശ്രൂഷയുടെ ഒടുവിൽ ഇതാ ഈ സമയം മുതൽ ഞങ്ങൾ നിങ്ങളെ പരസ്പരം ഫലമേൽപ്പിക്കുന്നു. ഞങ്ങൾക്കും നിങ്ങൾക്കും ഇടയിൽ ദൈവം തമ്പുരാൻ മധ്യസ്ഥനായിരിക്കട്ടെ. നിയമവിരുദ്ധമായി നിങ്ങൾ ചെയ്യുന്ന സ്ഥലത്തിൽ ഞങ്ങൾ നിരപരാധികളായിരിക്കും എന്ന് പറഞ്ഞാൽ നമ്മളെല്ലാം പിന്മാറും. എന്താണെന്നറിയാം? കർത്താവിനെ ഏൽപ്പിച്ചിരിക്കുന്നത്. ഹീസ് ദ ഗ്രേറ്റസ്റ്റ് കൗൺസിലർ. ഇവിടെ ഇപ്പം നമ്മൾ കൗൺസിലിങ്ങിൻ്റെ ബഹളമാണ്. പ്രീ മാരിറ്റൽ കൗൺസിലിംഗ്, മാരിറ്റൽ കൗൺസിലിംഗ്, പോസ്റ്റ് മാരിറ്റൽ കൗൺസിലിംഗ്, പിന്നെ ഇപ്പോൾ കുഞ്ഞുങ്ങൾക്ക് വരെ കൗൺസിലിംഗ്, പിന്നെ വലിയ അപ്പച്ചന്മാർക്ക് കൗൺസിലിംഗ്, സർവത്ര കൗൺസിലിംഗാണ്. അതല്ല ഉദ്ദേശിക്കുന്നത്. കർത്താവാകുന്ന കൗൺസിലറിൻ്റെ അടുത്ത് മുട്ടുകുത്തി, കർത്താവേ ഞങ്ങൾക്ക് ആവശ്യമായ ഉപദേശങ്ങളെല്ലാം പറഞ്ഞു തരണേ. ഏത് ബുദ്ധിമുട്ട് വരുമ്പോഴും അങ്ങനെ കർത്താവിന് മുൻപിൽ ആ ഉപദേശം കേൾക്കുവാൻ തക്കവണ്ണം നിങ്ങൾക്ക് സാധിക്കട്ടെ. എനിക്ക് ഈ വിവാഹ കൂദാശയിൽ വന്ന് സംബന്ധിക്കാൻ സാധിച്ചുള്ള ഒരു വലിയ സംതൃപ്തിയുണ്ട്. ബഹുമാനപ്പെട്ട പോളത്തിന് ഞങ്ങളുടെയൊക്കെ സഹപ്രവർത്തകരാണ്. അച്ഛൻ്റെ ശുശ്രൂഷയൊക്കെ എനിക്ക് നല്ലതുപോലെ അറിയാം. വളരെ ചെറുപ്പം മുതൽ. അത് ഒത്തിരി വലിയ പള്ളികളിൽ, കൊച്ചു പള്ളികൾ, തുമ്പോം പള്ളിയിൽ, മെഴുവേലി പള്ളിയിൽ, പിന്നെ ഒരുപാട് പള്ളികളുണ്ട്. അച്ഛൻ്റെ ഒരു കൊച്ചുമകൻ്റെ വിവാഹം നടത്താൻ സാധിച്ചില്ല. തിരുമേനിയോട് കൂടി അത് ഏറെ ഒരു അനുഗ്രഹമായി, അനുഭവമായിരിക്കുന്നു എന്ന് ഓർമ്മിപ്പിക്കുന്നു. പിന്നെ ഇതിൻ്റെ പാട്ട് പാടുന്നത് ആ വേറെ കൊച്ചുമകന് മകന് വളരെ ഹൃദ്യമായി ഈ ശുശ്രൂഷയ്ക്ക് അവർ സംബന്ധിക്കുന്നു. ഞങ്ങൾക്കേറെ സഹായം. ഈ പാട്ടിനകത്തൊക്കെ ഒരുപാട് അർത്ഥമുണ്ട്. അതുകൂടെ ഒന്ന് ഓർക്കണം. ഈ പിതാക്കന്മാർ സുറിയാനിയിലൊക്കെ എഴുതിയപ്പോൾ അവരെത്രയോ ഈ കുടുംബജീവിതത്തെക്കുറിച്ച് ഒത്തിരി ആഴമായി മനസ്സിലാക്കി. വേദപുസ്തക അടിസ്ഥാനത്തിൽ അത് പാട്ടെല്ലാം എഴുതിയിരുന്നു. ഇപ്പം നമുക്ക് ആവശ്യത്തിന് മലയാളമുണ്ട്. അത് നമ്മൾ സഭാ CP ജാണി സാറിൻ്റെ പേര് ഞാൻ വല്ലപ്പോഴും ഇങ്ങനെ പറയും. എന്തോരം
കഷ്ടപ്പാട് ബുദ്ധിമുട്ടും സഹിച്ചാണ് ഈ പാട്ട് എഴുതിയെന്നറിയാം. 45 വർഷം തപസ്സിരുന്ന് പഴയ സെമിനാരിയിലും പത്തനംതിട്ട അരമനയിലും തപസ്സിരുന്ന് എഴുതിയ പാട്ടാണ്. ഇതുപോലൊരു പാട്ടും ആരാധനയും വേറെ സഭയ്ക്ക് ഇല്ലെന്നുള്ളതുകൂടെ ഓർത്ത് ഞാൻ വല്ലപ്പോഴും ഇങ്ങനെ ഓർമ്മിപ്പിക്കാറുണ്ട്. അച്ഛന്മാരൊക്കെ ഉള്ളതുകൊണ്ട് ഒന്ന് മനസ്സിലാക്കാൻ വേണ്ടിയാണ്. 45 വർഷമാണ് അദ്ദേഹം പുത്തൻകാവൽ കൊച്ചുതിരുമേനി അദ്ദേഹത്തെ ഇവിടെ കൊണ്ടുവന്നാണ്. പട്ടക്കുന്നനെ ബാബാ തിരുമേനി, കോരാട്ട് മൽപ്പാനച്ചന്, നമ്മുടെ യോഹന്നാൻ, അതായത് ഇവരെല്ലാം തർജ്ജമ ചെയ്ത് കൊടുത്തു, മലയാളം ഗദ്യത്തിൽ കൊടുത്തു. അദ്ദേഹം ഇരുന്ന് പ്രാർത്ഥിച്ചതാണ്. അപ്പോൾ ഇത് അർത്ഥം ആക്കിയിരിക്കുന്നതിൽ വളരെയേറെ അർത്ഥപൂർണ്ണമാണ്. ഒരു വള്ളി പുള്ളിക്ക് പോലും വ്യത്യാസം വരുത്തിയിട്ടില്ല. അത് സന്ദർഭവശാൽ പറഞ്ഞെന്നുള്ളത്. ബഹുമാനപ്പെട്ട പോളച്ചനെ പ്രത്യേകം ദിവസം ഓർക്കുന്നു. ആ മക്കൾക്ക് നല്ല അനുഗ്രഹങ്ങൾ ഉണ്ടാകട്ടെ, മാതൃകാപരമായ കുടുംബജീവിതം നയിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ച് ആശംസിച്ച് ഞങ്ങളുടെ രണ്ടുപേരുടെയും ആശംസ അച്ഛന്മാരുടെ എല്ലാമുള്ള ആശംസ അറിയിച്ചുകൊണ്ട് വാക്കുകൾ നിർത്തും. വിവാഹ ഉദാശയുടെ കിരീടവാഴ്വിൻ്റെ ശുശ്രൂഷ ആരംഭിക്കുകയാണ്. നമുക്കെല്ലാവർക്കും എഴുന്നേൽക്കാം. ബർക്കുമോർ ശുഭഹോല പോലെ റോവൽ റൂഹോ ഖാദീശോ. ബലഹീനരും പാപികളുമായ ഞങ്ങളുടെ മേൽ അനുഗ്രഹങ്ങളും കരുണയും രണ്ട് ലോകങ്ങളിലും എന്നേക്കും ശ്രീപ്രമാണമാകണമേ. ആമീൻ. ദൈവമായ കർത്താവേ, അനശ്വരമായ വിരുന്നിനും മഴിവില്ലാത്ത മണവറയ്ക്കും ഞങ്ങളെ യോഗ്യരാക്കണമേ. ആ വിരുന്നിലെ ക്ഷണിക്കപ്പെടുന്ന അതിഥികളോടുകൂടെ നിത്യമായ സന്തോഷങ്ങളിലേക്ക് ഞങ്ങളെയും ക്ഷണിക്കണമേ. അവരുടെ കൂട്ടത്തിലും ഇടയിൽ നിന്നുകൊണ്ട് ഞങ്ങൾ നിനക്കും നിന്റെ പിതാവിനും പരിശുദ്ധ റൂഹായിക്കും സ്തുതിയും സ്തോത്രവും കരേറ്റുമാറാകണമേ. ഹോശോ വബുകുലസ്വാൻഡോൽമീ. ആദിമനീതിജ്ഞരെ വാഴ്ത്തിയ ദൈവം തൻ ബഹുകൃപയാൽ ഹൗവയോടാദാമിനെ വാഴ്ത്തിയ ദൈവം തൻ ബഹുകൃപയാൽ സാറയോടപറാമിനെ വാഴ്ത്തിയ ദൈവം തൻ ബഹുകൃപയാൽ റബ്ബക്കയോടി സഹാക്കിനെ വാഴ്ത്തിയ ദൈവം തൻ റാഹേലോടു യാക്കോബിനെ വാഴ്ത്തിയ ദൈവം തൻ ബഹുകൃപയാൽ ജയചീരീടണമേ. പാർക്കുമോ ഓലം പാദാമൽ ഓലം മിസ്രയിൽ യൗസേപ്പിനെ വാഴ്ത്തിയ ദൈവം തൻ ബഹുകൃപയാൽ ഈ ദാസരെ വാഴ്ത്തി ദേവാ ജയചീരീടണമേ. കർത്താവേ, പരസ്പരം സംയോജിതരായിരിക്കുന്ന നിന്റെ ഈ ദാസരെ നിന്റെ നൽവരങ്ങളുടെ ഐശ്വര്യത്താൽ ശ്രേഷ്ഠരാക്കുകയും നിന്റെ ദാനങ്ങൾ സന്തോഷിപ്പിക്കുകയും ചെയ്യണമേ. നിന്റെ ദിവ്യകൽപ്പനകളുള്ള ആനന്ദം കൊണ്ടിവരെ നിറയ്ക്കണമേ. പിതാവും പുത്രനും പരിശുദ്ധ റൂഹായുമായുള്ളവേ, സന്തോഷ ഉല്ലാസത്തോടുകൂടെ
ഇവർ നിനക്ക് സ്തുതി പാടുകയും തിരുസന്നിധിയിൽ ആഹ്ലാദിക്കുകയും ചെയ്യുമാറാകണമേ. ഹോശോ വബുക്കുൽ സ്ബാലവൽ മീൻ. مريم هيلك النهد ملكو هالي لويا هالي لويا وبخور كون قدوس دور بويس من كل تارك كل صوت بصوت هالي لويا هالي لويا صمري شبكي يوم شبهو البدكن شبه لا ولا برو ولا روح من أولم ودام الأولم والميلان മണവറയിമീൻ സ്വർഗ്ഗത്തിൽ സഭയിമിൻ കാന്തൻ സ്ഥാപിച്ചാൻ വാഗ്ദത്തം പോൽ സ്വർഗ്ഗീമീവും ശുൽത്തോനിന്മാർ കൈലേയാർക്കോ ശിവരെ കണ്ടിന്നേ മീനാക്കി Stomen kalos എല്ലാവരും പ്രാർത്ഥിച്ച കർത്താവിൽ നിന്ന് അനുഗ്രഹങ്ങളും മനോഗുണവും യാചിക്കണം. അനുഗ്രഹിക്കുന്നവനായ കർത്താവേ, ഞങ്ങളോട് കരുണ ചെയ്ത് ഞങ്ങളെ സഹായിക്കണമേ. സ്തോത്രവും പ്രഭയും പുകഴ്ചയും മാഞ്ഞു പോകാത്ത നല്ല ഉന്നതിയും സദാ ഇപ്പോഴും ഇടപെടാതെ കരയേറ്റുവാൻ അടിയങ്ങൾ യോഗ്യരായി ഭവിക്കണമേ. ബാർക്കുമോൻ ഉണ്ടായിരുന്നവനും ഇപ്പോഴുള്ളവനും നിലനിൽക്കുന്നതുമായ സ്വയംഭവം മാലാഖമാർത്തിന്റെ സിംഹാസനത്തിന് ചുറ്റും നിന്നുകൊണ്ട് തനിക്ക് ആരാധന അണയ്ക്കുന്ന നാടിൻ്റെ വചനവും തൻ്റെ ബഹലമായ കരുണയാൽ ഞങ്ങളെല്ലാവരുടെ മേലും ദയവ് തോന്നി തിരുസന്നതിലേക്ക് ഞങ്ങളെ തിരികെ വരുത്തുകയും തന്നെ തന്നെ അന്യമായി പോയിരുന്ന ഞങ്ങളുടെ പ്രകൃതത്തെ സ്നേഹത്താൽ തന്നോട് സമീപിക്കുകയും ചെയ്ത മഹോന്നതനും ഏതൊരു തത്വജ്ഞാനിക്കും താർക്കികനും തൻ്റെ തത്വത്തെ ആരാധിക്കുവാനല്ലാതെ പരിശോധിക്കുവാനോ ആരാഞ്ഞറിയുവാനോ കഴിവില്ലാതിരിക്കുന്നവനും അധികാരികൾക്ക് കിരീടം നിർമ്മിക്കുന്നവനും തന്നാൽ അഴിക്കപ്പെടുന്നതെല്ലാം അഴിക്കപ്പെട്ടും ബന്ധിക്കപ്പെടുന്ന സകലതും ബന്ധിതമായി വരിക്കുന്നവനും തൻ്റെ വല്ലഭത്വത്തിൻ്റെ മഹിമയ്ക്കായി മണവാളന്മാർക്കും മണവാട്ടികൾക്കും സന്തോഷകിരീടങ്ങളെ പ്രദാനം ചെയ്യുന്നതിനുമായ കർത്താവിന് സ്തുതി. അവിടുത്തെ ദാസരുടെ കിരീടങ്ങളെ ശ്രദ്ധിക്കപ്പെടുന്ന ഈ സമയത്തും സകല പെരുന്നാളുകളിലും നേരങ്ങളിലും കാലങ്ങളിലും അടിയങ്ങളുടെ ആഴ്കാലം മുഴുവനും സ്തുതിയും സ്തോത്രവും ബഹുമാനവും ആരാധനയും യോഗ്യമാകുന്നു. ബുക്കുലകൻ യോമോസോ ദയായില്ലവൽ മറക്കുമോർ സകല സ്വർഗീയ സേനകളും ഭയന്ന് പറിച്ചുകൊണ്ട് മഹത്വപ്പെടുത്തുകയും മഹോന്നതങ്ങളിൽ അഗ്നിമേന്മാരുടെ കൂട്ടങ്ങൾ തൻ്റെ ശ്രേഷ്ഠതയെങ്കിൽ പരിഭ്രമിച്ച് ചഞ്ചലപ്പെടുകയും ചെയ്യുന്നു. ദൈവമായ കർത്താവേ, അവർണ്യമായ നിന്റെ കൃപാ പ്രവാഹത്താലും നിസീമമായ നിന്റെ ദയാലും നിസ്സാരന്മാരായ ഞങ്ങളുടെ സ്തോത്രങ്ങളിൽ നീ സന്തോഷിക്കുന്നു. എളിയവരും മൺമേരമായ ഞങ്ങളുടെ ശുശ്രൂഷകളെ നീ പ്രീതിപ്പെടുന്നു. ഞങ്ങൾക്ക് ആവശ്യമുള്ളവ നിന്നോട് യാചിച്ചുകൊള്ളുവാൻ നീ ഞങ്ങളോട് ആവശ്യപ്പെടുന്നു. കൃപാതിടുക്കമുള്ളവനാകുന്നു. ശിക്ഷാർഹന്മാരോടുള്ള പ്രതികാരത്തിൽ അവിടുന്ന് ഉദാസീനതയും ദീർഘക്ഷമയും കാണിക്കുന്നു. തമ്പുരാനെ, എല്ലാ ദേശങ്ങളിലും സഞ്ചരിക്കുന്നവരും നിന്റെ ശ്രേഷ്ഠതയ അധികാരത്തിന് വിധേയരായി വസിക്കുന്നവരുമായ ഈ നിരദാസരെയും പ്രത്യേകാൽ ഇവിടെ സന്നിഹിതരായി
നിന്റെ കരുണയുടെ നിഴലിലും ദേവന്റെ തണലിലും അഭയം പ്രാപിച്ചിരിക്കുന്ന ഈ നിന്റെ മക്കളെയും വാഴ്ത്തി അനുഗ്രഹിക്കണമേ. സകല പ്രവൃത്തികളിലും ഉത്തമരായിരിക്കാൻ തക്കവണ്ണം ഇവർക്ക് സ്വസ്ഥതയും രക്ഷയും നൽകിയവരെ സന്തോഷിപ്പിക്കണമേ. നിന്റെ സത്യത്തെ തന്നെ ചരിക്കുവാൻ തക്കവണ്ണം നിന്റെ ന്യായപ്രമാണ മാർഗത്തിൽ ഇവരെ സ്വർഗരാജ്യത്തിലേക്ക് നയിക്കുന്ന നേർവഴിയിൽ കൂടി പ്രയാണം ചെയ്യുവാൻ ഇവർക്ക് കൃപ നൽകണമേ. ആത്മീയ നൽവരങ്ങളിൽ താൽപര്യരും ആത്മശരീരങ്ങൾക്ക് പ്രയോജനകരമായ ദൈവിക വ്യാപാരങ്ങളിൽ ഏർപ്പെട്ട് ലാഭമുണ്ടാക്കുന്നവരുമായി തീരുവാൻ ഇവർക്ക് സംഗതിയാക്കണമേ. ദൈവമായ കർത്താവേ, നിന്റെ മക്കൾ നിത്യജീവനെ കാക്ഷിക്കുന്നവരും പാപമരണമുള്ളവരിൽ നിന്ന് വിദൂരസ്ഥരമായി വർത്തിക്കുമാറാകണമേ. നിന്റെ പരിശുദ്ധതയുടെ ഭാഗത്ത് കടത്തി വരുവാനും ശപിക്കപ്പെട്ടവനായ സാത്താന്റെ ദാസ്യത്തിൽ നിന്നും ഓടി രക്ഷപ്പെടുവാനും തക്കവണ്ണം ഇവരുടെ ഹൃദയങ്ങളെ സംയോജിപ്പിച്ചു കൊള്ളണമേ. ഞങ്ങളെയും ഇവരെയും നിന്റെ ആത്മീയ മുതിരത്തോ പിന്നീതി പ്രവർത്തിക്കുന്ന വേലക്കാരും നിന്നോടുള്ള ഭക്തിയിലും നിന്റെ കൽപ്പനകളുടെ ആചരണത്തിലും തീക്ഷ്ണതയുള്ളവരുമാക്കി തീർക്കണമേ. കർത്താവേ, ഞങ്ങളെ നിന്റെ വിശുദ്ധന്മാരുടെ കൂട്ടങ്ങൾക്ക് സദൃശരും പരസ്പരം സ്നേഹിക്കുന്നവരും ദുഷ്ടനെ വെറുക്കുന്നവരും നിന്റെ ദൈവത്വത്തെ അനുസരിക്കുന്നവരും ശത്രുക്കളെ അനുഗ്രഹിക്കുന്നവരുമാക്കി തീർക്കണമേ. ദൈവം തമ്പുരാനേ, ഞങ്ങൾ നിന്റെ ശ്രേഷ്ഠതയെ ആരാധിക്കുന്നവരും നിന്റെ കർത്തൃത്വത്തെ പ്രീതിപ്പെടുത്തുന്നവരുമായി ഭവിക്കണമേ. ദൈവമായ കർത്താവേ, വിശ്വാസമുള്ള ഞങ്ങളുടെ എല്ലാ വാങ്ങിപ്പവരെയും ആശ്വസിപ്പിക്കണമേ. സ്വർഗരാജ്യത്തിൽ അവരെ നീ ആനന്ദിപ്പിക്കണമേ. അവിടുന്ന് ഉത്തമനും മനുഷ്യപ്രീതിയുള്ളവനുമാകുന്നുവല്ലോ. നിനക്കും നിന്റെ പിതാവിനും പരിശുദ്ധാത്മാവിനും സ്തുതിയും സ്തോത്രവും ഞങ്ങൾ കരേറ്റുന്നു. പറക്കുമോർ ഹോശോ വബുഗോരസ്വാലവൽമി. കടങ്ങൾക്ക് പരിഹാരവും പാവങ്ങൾക്ക് മോചനവും രണ്ട് ലോകങ്ങളിൽ വന്നേക്കുന്ന കൈക്കൊള്ളുമാറാവട്ടെ. സുന്ദരികളിൽ അതിസുന്ദരി നീ, ജാതികളിൽ സൂനു പ്രപഞ്ചലോമോ നിമനസമേ നിന്നെ കാണിപ്പു. നിന്നധരങ്ങൾ മധുവർഷിക്കുന്നു വസന സുഗന്ധം. നീസാൻ കുസുമസമം സഭേ സകലവിധം സുമുഖേ. നീ കരതീനാകും ശ്രീവായി വന്നിപ്പതിനാം രാജാവാശിഹം. ഹല്ലേലൂയ. കാക്കും നിന്നെ പാർക്കുമോ. ഹല്ലേലൂയ. പുലരിയിലപ്പരമോന്നതനാം ദൈവത്തെ വാഴ്ത്തും. ജീവൻ പറവയോടൊപ്പം സഭസംഗീതത്തിൽ ദാവീദിന്റെ കിന്നരവും പേറി അവനീറയരോ പാടുന്നു. 150 കമ്പികളിലും തമ്പുരുവാദ്യത്താൽ അവളുടെ ഓനെ വാഴ്ത്തിയിടും ഉലകങ്ങളിലെന്നും. ഹല്ലേലൂയ. കൃപ വർഷിച്ചിടാം. ബാർക്കുമോർ കൊത്തിനെ പട്ടണത്തിൽ കല്യാണ വിരുദ്ധനായി ക്ഷണിക്കപ്പെടുകയും വെള്ളത്തെ ശ്രേഷ്ഠമായി വീഞ്ഞാക്കി മാറ്റുകയും ചെയ്ത മനുഷ്യസ്നേഹിയും സാക്ഷാൽ സത്യമണവാളനുമായ കർത്താവേ, ഇപ്പോൾ നിന്റെ വിശുദ്ധ ബലിപീഠത്തിന് മുമ്പാകെ തലകുനിച്ചു നിൽക്കുന്ന ഈ നിന്റെ ദാസരെ ഈ സുഗന്ധധൂപം അംഗീകരിച്ചുകൊണ്ട് അനുഗ്രഹിക്കണമേ. കരുണയും ദൈവം നിറഞ്ഞതായ നിന്റെ വലത് ഇവരുടെ മേൽ ആവസിപ്പിക്കണമേ.
ആത്മീയമായ നിന്റെ മണവറയിൽ ഇവരെ സന്തോഷിപ്പിക്കുകയും ചെയ്യണമേ. നിന്നെ സ്നേഹിക്കുകയും നിന്റെ കൽപ്പനകൾ ആചരിക്കുകയും ചെയ്തിട്ടുള്ളവരായ വിശുദ്ധന്മാർക്ക് വാഗ്ദാനം ചെയ്തിട്ടുള്ള വിരുന്നിന് ഞങ്ങളെയും ഇവരെയും യോഗ്യരാക്കുകയും ചെയ്യണമേ. ഞങ്ങളും ഇവരും നിന്റെ വലതുഭാഗത്ത് നിന്നുകൊണ്ട് നിന്റെ കരുണയെ ദർശിക്കുകയും നിനക്കും നിന്റെ പിതാവിനും പരിശുദ്ധ റൂഹായിക്കും സ്തുതിയും സ്തോത്രവും കരേറ്റുകയും ചെയ്യുമാറാകണമേ. ഹോശോ വബുക്കുൽ സുബാൻ ലവൽ മീൻ. നിങ്ങളെ ഞങ്ങളറിയിച്ചതിനെതിരായി വേറൊരുവൻ വന്നറിയിച്ചാൽ മാനവനെങ്കിലും മാതൂതൻ താനേൽക്കും സഭയിൽ ശാപം. പലതരം ഉപദേശങ്ങളവോ പാരിൽ മുളച്ചു പരത്തുന്നു. ദൈവത്തിനുപദേശം അവസാനിപ്പിപ്പോധന്യൻ. പരിശുദ്ധനായ പൗലോസ്ലീഹ എഫേസർക്ക് എഴുതിയ ലേഖനത്തിൽ നിന്നും സ്തുതിയും നമ്മുടെ മേൽ തന്നെ അനുഗ്രഹങ്ങളും എന്നേക്കും ഉണ്ടായിരിക്കട്ടെ. നമ്മുടെ കർത്താവായ യേശുമിശിഹായുടെ നാമത്തിൽ സർവദാ സർവത്തിനു വേണ്ടി പിതാവായ ദൈവത്തെ സ്തുതിക്കുവേൻ. മശിഹായിലുള്ള സ്നേഹത്താൽ പരസ്പരം കീഴ്പ്പെടുകയും ചെയ്യുവീൻ. സ്ത്രീകളെ നമ്മുടെ കർത്താവിന് എന്ന പ്രകാരം നിങ്ങൾ നിങ്ങളുടെ ഭർത്താക്കന്മാരെ അനുസരിപ്പീൻ. എന്തെന്നാൽ മശിഹ സഭയുടെ തലയും ശരീരത്തിന്റെ രക്ഷിതാവുമാകുന്ന പ്രകാരം ഭർത്താവ് ഭാര്യയുടെ തലയാകുന്നു. സഭാ മശിഹായ്ക്ക് കീഴ്പ്പെടുന്ന പ്രകാരം തന്നെ ഭാര്യമാരും അവരവരുടെ ഭർത്താക്കന്മാർക്ക് സകലത്തിലും കീഴ്പ്പെടണം. ഭർത്താക്കന്മാരെ മശിഹ തന്റെ സഭയെ സ്നേഹിക്കുകയും അവളെ വിശുദ്ധീകരിക്കുവാൻ വേണ്ടി തന്നെ തന്നെ സമർപ്പിക്കുകയും ചെയ്തതുപോലെ നിങ്ങൾ ഭാര്യമാരെ സ്നേഹിക്കണം. അവൻ സഭയെ വിശുദ്ധീകരിക്കുന്നതിന് ജലം കൊണ്ട് കഴുകി വചനത്താൽ വെണ്മയുള്ളതാക്കി. ഇത് അവളെ കറയോ ചുളിവോ മറ്റു കുറവുകളോ ഇല്ലാത്ത മഹത്വപൂർണയായി തനിക്ക് തന്നെ പ്രതിഷ്ഠിക്കുന്നതിനും അവൾ കളങ്കരഹിതയും പരിശുദ്ധയും ആയിരിക്കുന്നതിനും വേണ്ടിയാണ്. അതുപോലെ തന്നെ ഭർത്താക്കന്മാർ സ്വന്തം ശരീരങ്ങളെ എന്ന പോലെ ഭാര്യമാരെ സ്നേഹിക്കേണ്ടതാകുന്നു. എന്തെന്നാൽ തന്റെ ഭാര്യയെ സ്നേഹിക്കുന്നവൻ തന്നെ തന്നെയാകുന്നു സ്നേഹിക്കുന്നത്. ആരും ഒരിക്കലും സ്വന്തം ശരീരത്തെ ദ്വേഷിക്കുന്നില്ലല്ലോ. പിന്നെയോ മശിഹ സഭയ്ക്ക് വേണ്ടി എന്നതുപോലെ അതിനെ പോഷിപ്പിക്കുകയും അതിനുവേണ്ടി ഉത്സാഹിക്കുകയും ചെയ്യുന്നു. നാം അവിടുത്തെ ശരീരത്തിന്റെ അവയവങ്ങളാണ്. ഇക്കാരണത്താൽ പുരുഷൻ തന്റെ പിതാവിനെയും മാതാവിനെയും വിട്ട് തന്റെ ഭാര്യയോട് ചേരും. അവർ ഇരുവരും ഏക ശരീരമായി തീരുകയും ചെയ്യും. ഇതൊരു വലിയ രഹസ്യമാണ്. ഞാൻ മശിഹായെ കുറിച്ചും അവിടുത്തെ സഭയെ കുറിച്ചുമാകുന്നു പറയുന്നത്. അപ്രകാരം തന്നെ നിങ്ങൾ ഓരോരുത്തരും തന്നെ എന്ന പോലെ തന്റെ ഭാര്യയെ സ്നേഹിക്കണം. ഭാര്യയാകട്ടെ സ്വഭർത്താവിനെ ആദരിക്കുകയും വേണം. മക്കളെ, നിങ്ങൾ കർത്താവിനെ ഓർത്ത് മാതാപിതാക്കന്മാരെ അനുസരിപ്പീൻ. എന്തെന്നാൽ അത് നീതിയാകുന്നു. നിനക്ക് നന്മ വരുവാനും നീ ഭൂമിയിൽ ദീർഘായുസ്സോടിരിപ്പാനുമായിട്ട് നിന്റെ പിതാവിനെയും മാതാവിനെയും ബഹുമാനിക്കുക എന്നുള്ളത് വാഗ്ദാനത്തോടു കൂടിയ പ്രഥമ കൽപ്പനയാകുന്നു. ആഹാ ബാറക്കുമോ. ഹല്ലേലൂയ ഹല്ലേലൂയ. മോദിക്കട്ടെ പരംനാഥ, നിൻ ശക്തിയിലും രക്ഷയിലും നൃപതി. അടക്കത്തോടും ഭയത്തോടും വണക്കത്തോടും ചെവി കൊടുത്ത് നമ്മുടെ മുമ്പാകെ വായിക്കപ്പെടുന്ന നമ്മുടെ കർത്താവ് യേശുമിശിഹായുടെ വിശുദ്ധ എവങ്കേലിയോനിലെ
ദൈവത്തിന്റെ ജീവനുള്ള വചനങ്ങളുടെ അറിയിപ്പിനെ നാം കേൾക്കണം. മറക്കുമോർ ശ്ലോമോ അവിടുത്തെ ആത്മാവിനോടുകൂടി ദൈവമായ കർത്താവ് ഞങ്ങളെയും യോഗ്യരാക്കി തീർക്കുമാറാകട്ടെ. ജീവൻ നൽകുന്ന പ്രഖ്യാപനമാകുന്ന നമ്മുടെ കർത്താവ് യേശുമിശിഹായുടെ വിശുദ്ധ എവൻഗേലിയോൻ ലോകത്തിന് ജീവരക്ഷ പ്രസംഗിക്കുന്ന പ്രസംഗക്കാരനായ വിശുദ്ധ മത്തായി ശ്ലീഹായിൽ നിന്നും വന്നവനും വരുവാനിരിക്കുന്നവനും വാഴ്ത്തപ്പെട്ടവനാകുന്നു നമ്മുടെ രക്ഷകനായി തന്നെ അയച്ചവന് സ്തുതികളും നാം എല്ലാവരുടെയും മേൽ തന്റെ അനുഗ്രഹങ്ങളും എന്നേക്കും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ കന്യാമറിയാമിൽ നിന്നും ശരീരം ധരിച്ച ദൈവത്തിന്റെ ജീവനുള്ള വചനവും നമ്മുടെ കർത്താവും ദൈവവും രക്ഷിതാവുമാകുന്ന യേശുമിശിഹായുടെ മനുഷ്യാവതാര കാലത്ത് ഇവ ഇപ്രകാരം സംഭവിച്ചു. അങ്ങനെ വിശ്വസിച്ച് ഞങ്ങൾ ഏറ്റുപറയുന്നു. യേശു തമ്പുരാൻ ഗലീലയിൽ നിന്നും യാത്ര പുറപ്പെട്ട് യോർദാന്റെ മറുകരയിൽ യഹൂദിന്റെ അതിർത്തിയിലെത്തി ജനസമൂഹങ്ങൾ യേശുവിനെ അനുഗമിക്കുകയും അവിടെ വെച്ച് അവൻ അവരെ സുഖപ്പെടുത്തുകയും ചെയ്തു. അനന്തരം പരീക്ഷാർത്ഥം പ്രേശന്മാർ അടുത്തിയെന്ന് ഏതൊരു കാരണത്താലെങ്കിലും ഒരുത്തന്നെ തൻ്റെ ഭാര്യയെ പിരിച്ചുവിടുവാൻ ന്യായമുണ്ടോ എന്ന് ചോദിച്ചു. യേശുരാൻ അവരോടുത്തരം പറഞ്ഞു, ആദിയിൽ സൃഷ്ടാവ് ആണും പെണ്ണുമായി മനുഷ്യ സൃഷ്ടിച്ചുവെന്നും ആയതുകൊണ്ട് പുരുഷൻ്റെ പിതാവിനെയും മാതാവിനെയും വിട്ട് ഭാര്യയോട് ചേർന്നിരിക്കുകയും അവർ ഇരുവരും ഒരു ശരീരമായി തീരുകയും ചെയ്യുമെന്ന് അവിടുന്ന് കൽപ്പിച്ചത് നിങ്ങൾ വായിച്ചിട്ടില്ലയോ? ആകയാലോ രണ്ടല്ല ഒരു ശരീരമാകുന്നു. അതുകൊണ്ട് ദൈവം സംയോജിപ്പിച്ചതിനെ മനുഷ്യൻ വേർപിരിക്കരുത്. അവർ യേശു തമ്പുരാനോട് അങ്ങനെയെങ്കിലും മോചനപത്രം കൊടുത്ത് അവളെ പിരിച്ചുവിടുവാൻ മോശ കൽപ്പിച്ചതിനത്തോടും ചോദിച്ചു. യേശു തമ്പുരാൻ അവരോട് പറഞ്ഞു, മോശ നിങ്ങളുടെ ഹൃദയ കാഠിന്യ നിമിത്തം ഭാര്യമാരെ പിരിച്ചുവിടാൻ നിങ്ങളെ അനുവദിച്ചു. എന്നാൽ ആദ്യം അങ്ങനെ ആയിരുന്നില്ല. ഞാൻ നിങ്ങളോട് പറയുന്നു, വ്യഭിചാര കുറ്റം കൊണ്ടല്ലാതെ സ്വഭാര്യ ഉപേക്ഷിച്ച് മറ്റൊരുത്തെ പരിഗ്രഹിക്കുന്നവൻ ചെയ്യുന്ന വ്യഭിചാരമാണ്. ഉപേക്ഷിക്കപ്പെട്ടവളെ പരിഗ്രഹിക്കുന്നവൻ ചെയ്യുന്നതും അതുതന്നെ. ശിഷ്യന്മാർ യേശു തമ്പുരാനോട് ഭാര്യ ഭർത്താക്കന്മാരുടെ പരസ്പര സ്ഥിതി ഈ വിധം കുറ്റകരമെങ്കിൽ വിവാഹം ചെയ്ത് നല്ലതല്ലോ എന്ന് പറഞ്ഞു. യേശു തമ്പുരാൻ കൽപ്പിച്ചു, വരൻ ലഭിച്ചവനല്ലാതെ എല്ലാവരും ഈ വചനം ഗ്രഹിക്കുന്നില്ല. എന്തുകൊണ്ടെന്നാൽ ജന്മനാ ഷണ്ണന്മാരായിട്ടുള്ളവരുണ്ട്, മനുഷ്യരായ ഷണ്ണന്മാരാക്കപ്പെടുന്നവരുണ്ട്. സ്വർഗരാജ്യ നിമിത്തം തങ്ങളെ തന്നെ ഷണ്ണന്മാരാക്കുന്നവരുമുണ്ട്. ഗ്രഹിക്കുവാൻ കഴിയുന്നവൻ ഗ്രഹിക്കട്ടെ എന്ന് അരുളി ചെയ്തോ. ബാർമോർ ഉശൈനോ ലകുൽഖോ വന്യശ്രീമാതരുവിന്മേൽ നീതി മഹാരവിയാം നിന്നെ നിർമ്മലയാം സഭ കണ്ടപ്പോൾ അമ്പിളി തുല്യം ക്രമമായി നിന്നെ അഖിലാധിപനം നിന്നാകൽഭ്യത്തെ വിധി പോൽ ഭംഗ്യ ഘോഷിച്ചു. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധ നാമത്തിൽ കിരീടങ്ങളിൽ വഹിക്കപ്പെടുന്ന ശിരസ്സുകളും എന്നേക്കും ആശീർവദിക്കപ്പെട്ടു ഗുണമാക്കപ്പെട്ടിരിക്കുന്നു. നുടയോൻ കയ്യാൽ മകുടം ഘോഷമിറങ്ങുന്നു. മണവാളനെ മഹിതാചാര്യർ
അണിയിക്കും മകുടം രമ്യം. വൈദിക അൻപാലിംബം നൽകാ മുടിയാൽ മണവാളനും മണവറയാൽ മണവാതുമോറാൻ മെൻസ്മായോ സോയാഹ്നോഹേദ് ലഹസിനായോയെ ക്ലീലോ ഹസിയോസോയെ ബരീഷേ സഹായോ ഹസനോ കൽസോ നിന്നുടയോൻ കയ്യാൽ മകുടം ഘോഷമിറങ്ങുന്നു മണവാളന് മഹിതാചാര്യൻ അണിയിക്കും മകുടം രമ്യം. ശാശ്വതശാലാധീശ സത്യമണാള ശീഘ്രം സവിധമണഞ്ഞീടണമേ സതതം സന്തോഷിക്കാം. പാർക്കുമ്പോൾ കർത്താവിനെ നീതിൻ കിരീടം ധരിപ്പിക്കുകയും അക്ഷയമാലങ്കാരങ്ങളാൽ അലങ്കരിക്കുകയും ശത്രുവിന്റെ സ്ഥലശക്തിക്ക് എതിരായി അജയ്യമായ ആയുധം ധരിപ്പിക്കുകയും ചെയ്യുമാറാകട്ടെ. നിന്നുടയോൻ കയ്യാൽ മകുടം ഘോഷമിറങ്ങുന്നു മണവാട്ടിയ മഹിതാചാര്യൻ അണിയിക്കും മകുടം രമ്യം. വംശം ശോനേ ഹസനേ ബഗലി ലൈഹു കല്ലോ സോബഗനോ നൈഹേ മോറാൻ മെൻസ്മായോ സോയാ ഹനോഹേർ ഖൽസോയോയെ ക്ലീലോ ഹസിയോസോയെ ബരീഷോ മഹിരാചാര്യൻ ദമ്പതികൾക്ക് വിശിഖാകൃപനാചിതം മകുടം പാരം രുചിരം. നിന്നുടയോൻ കയ്യാൽ മകുടം ഘോഷമിറങ്ങുന്നു മണവാട്ടിയ മഹിതാചാര്യൻ അണിയിക്കും മകുടം രമ്യം. മണവാളൻ മകുടം തിരുമുൾമുടിയോട് സദൃശ്യം മണവാട്ടിയുടെ മകുടം സതിമാടിയോട് സദൃശ്യം. നീതിൻ കിരീടവും അക്ഷയഭംഗിയുള്ള അലങ്കാരവും കർത്താവിനെ ധരിപ്പിക്കട്ടെ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതികരയേറ്റിക്കൊണ്ട് ആയുഷ്കാലം മുഴുവനും സന്തോഷിക്കുവാൻ എനിക്കിടയാവുകയും ചെയ്യട്ടെ. ബാറക്കുമോർ ഹോശോ ബാബുകൂല സുബാൻ ലവൽ മേ. ശുഭചിഹ്നം താ
ശ്രീമാ വിജയ കൊടി തൻ ശ്രീമാ നമ്മെ രക്ഷിച്ചിടും ശ്രീമായി പുകഴും വിനയം മാനം പതിഭക്തി എൻ പ്രിയതന്നോട് മൂടുപടം പ്രഭുക്കായാതിനാൽ ആവൃതയാ മൂടണമാതുപോൽ മണവാട്ടി. മനുഷ്യ ജീവിതത്തിൽ സന്തോഷിക്കുന്നവനായ കർത്താവ് നിങ്ങളുടെ ജീവിതത്തിൽ പ്രീതിപ്പെട്ട നിങ്ങളുടെ ബന്ധത്തെ അനുഗ്രഹിക്കുമാറാകട്ടെ. സ്വർഗീയ മണവാളനായ മശിഹ യഥാർത്ഥമായ തന്റെ മണവാളത്താൽ നിങ്ങളുടെ മണവാളത്വത്തിന് മുദ്രയിടട്ടെ. മശിഹ തന്റെ സഭയിൽ എന്ന പോലെ നിങ്ങൾ അന്യോന്യം സന്തോഷിക്കുമാറാകട്ടെ. കരുണയുള്ള വലത് കൈ വന്ന് നിങ്ങൾ ആവസിച്ച് എല്ലാ ഉപദ്രവങ്ങളിൽ നിന്നും നിങ്ങളെ കാത്തുകൊള്ളട്ടെ. സമാധാന ദൂതൻ നിങ്ങളോടുകൂടെ ഇരുന്ന് ആകൽ കറുസായുടെ വഞ്ചനയിൽ നിന്ന് നിങ്ങളെ സംരക്ഷിക്കുമാറാകട്ടെ. മരണകരമായ അസൂയയിൽ നിന്ന് ദൈവം നിങ്ങളെ കാത്തുകൊള്ളുകയും നിങ്ങളെ പരസ്പരം സന്തോഷിപ്പിക്കുകയും നിങ്ങൾ നിന്ന് ദുഃഖങ്ങളെ നീക്കിക്കളയുകയും ചെയ്യട്ടെ. അബ്രഹാം ഇസഹാക്കിലും ഇസഹാക്ക് യാക്കോബിലും യാക്കോബ് യോസേപ്പിലും സന്തോഷിച്ച പ്രകാരം നിങ്ങൾക്കും സന്തോഷിക്കേണ്ടതിന് ഉത്തമ സന്താനങ്ങളെ കർത്താവ് നിങ്ങൾക്ക് നൽകുമാറാകട്ടെ. നിങ്ങൾ വർദ്ധിച്ചു പെരുകു ഭൂമിയിൽ നിറവിനെന്ന് പറഞ്ഞുകൊണ്ട് ദൈവം നോഹിനും മക്കൾക്കുമായി നൽകിയ അനുഗ്രഹം നിങ്ങളിൽ വസിക്കട്ടെ. ദൈവം അബ്രഹാമിനും ഇസഹാക്കിനും യാക്കോബിനും നൽകിയതായ അനുഗ്രഹവും നിങ്ങളിൽ വസിക്കട്ടെ. ആകാശത്ത് നിന്ന് പനിമഞ്ഞും ഭൂമി ഉൽപ്പാദിപ്പിക്കുന്ന സർവഫലങ്ങളും ദൈവം നിങ്ങൾക്ക് നൽകട്ടെ. നിന്റെ പിതാവിന്റെ ദൈവം നിന്നെ സഹായിക്കുമെന്ന് പറഞ്ഞുകൊണ്ട് യാക്കോബ് തന്റെ പുത്രനായ യോസേപ്പിന് നൽകിയതായ അനുഗ്രഹം നിങ്ങളിൽ വസിക്കട്ടെ. ദൈവത്തെ സ്നേഹിക്കുകയും അവിടുത്തെ ഇഷ്ടം ആചരിക്കുകയും ചെയ്തിട്ടുള്ളവരുടെ അനുഗ്രഹം നിങ്ങളിലും വന്യപിതാക്കന്മാരുടെ കൈകളാൽ നിങ്ങളിൽ തലയിൽ വെക്കപ്പെട്ടതായ കിരീടങ്ങളിലും ആവസിക്കുമാറാകട്ടെ. നിങ്ങളുടെ മേൽ വിളിക്കപ്പെട്ടിരിക്കുന്നതിനാൽ എല്ലാ ജാതികളും സന്തോഷിച്ച് മഹത്വം പാടുമാറാകട്ടെ. ഐശ്വര്യങ്ങൾ കൊണ്ട് സമ്പാദ്യങ്ങൾ കൊണ്ടും സർവ്വവിധ സൗഭാഗ്യങ്ങൾ കൊണ്ടും ദൈവം നിങ്ങളെ സമ്പന്നരാക്കുകയും ആ പാപിനിയോടെന്ന പോലെ നിങ്ങളുടെ കടങ്ങളും പാപങ്ങളും ക്ഷമിക്കുകയും ചെയ്യുമാറാകട്ടെ. വലത് ഭാഗത്തെ കള്ളനെ പോലെ അനുതാപത്താൽ നിങ്ങളും സ്വർഗരാജാവകാശികളായി തീരട്ടെ. നാം എല്ലാവരുടെയും വാങ്ങിപ്പോയവർ പാപപരിഹാരം പ്രാപിക്കുകയും ചെയ്യുമാറാകട്ടെ. മിസ്രൈമിൽ നിന്ന് കൂട്ടിക്കൊണ്ടുവന്നു പോന്ന മണവാട്ടിയോട് ഉടമ്പടി ചെയ്യുവാനായി സീനായി മലയിൽ ഇറങ്ങി വന്ന മഹോന്നതൻ നിങ്ങളെയും നമ്മുടെ ഈ സംഘം മുഴുവനെയും അനുഗ്രഹിക്കുമാറാകട്ടെ. നമുക്ക് പിതാവിനും പുത്രനും ജീവനുള്ള പരിശുദ്ധ റൂഹായിക്കും സ്തുതി കരേറ്റാം. ബാർഖമോർ ഹോശോ വബുകുല സുബാൻ ലവൽ മിൻ. ഏദൻ തോട്ടം നട്ടോരേ നീയാണ് യുവ മണവാളൻ. എൻ തോട്ടത്തിൽ പേർക്കാർ വിശേഷിച്ചിടുക കുളിർത്തന്നൽ. ശ്രീവായാലവകാശധനം മുദ്രിതമാക്കി പീഡകളാ അടിമവിടുത്തി സ്വർഗത്തിൽ വന്ദിയിലെന്നെ നീയേറ്റി. ഓരാഹി മേലയിലോ
മകളിലുണ്ടാകേണം. ദൈവാത്മജനേ ദമ്പതികളെയും തലയിൽ ചൂടും മാകുടങ്ങളെയും പലതു തരത്താൽ വാഴ്ത്തിയിടേണം. നാമം ചൊല്ലി ദമ്പതികൾക്ക് വരമേകേണം. നീജോലോകം ഇവരുടെ കാലം ശുഭമാകേണം. ധന്യതയാർന്നോൾ പരിശുദ്ധന്മാർ തൻ പ്രാർത്ഥനയാ വാഴ്ത്തണമേ ജനനിവഹത്തിൽ എന്നേക്കും. നിൻ സ്തുതി പാടാൻ കിന്നരമേകി സ്തോത്രം ചെയ്യുവാൻ എൻ കർത്താവേ ഇവരുടെ വായ്കളെ വാഴ്ത്തിയിടേണം. സർവ്വം കേട്ടിട്ട അഭ്യർത്ഥനയിൽ കൈക്കൊള്ളുവോനേ. പ്രാർത്ഥന കേട്ടി ആത്മാക്കളെ കൃപ ചെയ്യണം. വത്സല സഹോദരങ്ങളെ, നാം എല്ലാവരും ദൈവഭവനത്തിൽ സന്നിഹിതരായിരിക്കുന്ന ഈ സന്ദർഭത്തിൽ വിശ്വാസികളെ പ്രബോധിപ്പിക്കുകയും നമ്മുടെ മുൻപിൽ നിൽക്കുന്ന ഇവർ സത്യത്തിലും നീതിയിലും സൽപ്രവൃത്തികളിലും താല്പര്യമുള്ളവരായി നല്ല കാര്യങ്ങളിൽ ഉത്സാഹികളുമായിരിക്കണമെന്ന് ഉറപ്പായി കൽപ്പിക്കുകയും ചെയ്യുക എന്ന പാരമ്പര്യം നമുക്കുണ്ട്. ഇത് വിശുദ്ധ പിതാക്കന്മാരിൽ നിന്നും പ്രാപിച്ചിട്ടുള്ളതും ബഹുമാന്യരായ പൂർവികർ നമ്മെ ഫലമേൽപ്പിച്ചിട്ടുള്ളതുമാണ്. മക്കളെ, ഇപ്പോൾ നിങ്ങൾ ദൈവസന്നിധിയിലും നമ്മുടെ കർത്താവ് യേശുമിശിഹായുടെ സിംഹാസനമായ ജീവമേശയുടെയും സ്ലീബായുടെയും വെടുപ്പുള്ള ഏവൻഗേല്യുവിൻ്റെയും ഈ ജനക്കൂട്ടത്തിൻ്റെയും മുമ്പാകെയാണ് നിൽക്കുന്നതെന്ന് പ്രത്യേകം ശ്രദ്ധിപ്പിൻ. ഹൃദയവിചാരങ്ങൾ അറിയുന്നവൻ്റെ സന്നിധിയിലാകുന്നു, അറിയാത്തതിൻ്റെ മുമ്പാകെയല്ല നിൽക്കുന്നത്. ഈ സമയം മുതൽ ഞങ്ങൾ നിങ്ങളെ പരസ്പരം ഫലമേൽപ്പിക്കുന്നു. ഞങ്ങൾക്കും നിങ്ങൾക്കും ഇടയിൽ ദൈവം തമ്പുരാൻ മധ്യസ്ഥനായിരിക്കട്ടെ. നിയമവിരുദ്ധമായി നിങ്ങൾ ചെയ്യുന്ന സകലത്തിലും ഞങ്ങൾ നിരപരാധികളായിരിക്കും. പട്ടക്കാരിലും ഷമ്മാശന്മാരിലും വിശ്വാസികളായ ജനങ്ങളിലും മണവാളിലും മണവാട്ടിയിലും ക്ഷണിക്കപ്പെട്ടവരിലും ക്ഷണിച്ചവരിലും ദൈവത്തിൻ്റെ അനുഗ്രഹങ്ങളും കരുണയും വന്ന് സമൃദ്ധിയായി ആവസിക്കുമാറാകട്ടെ. അനുഗ്രഹീതയായ മാതാവും ദൈവജനനിയുമായ പരിശുദ്ധ കന്യമറിയാം അമ്മയുടെയും നമ്മുടെ കർത്താവിനെ സ്നേഹിക്കുകയും അവിടുത്തെ കൽപ്പനകൾ ആചരിക്കുകയും ചെയ്തിട്ടുള്ളവരായ സർവ്വവിശുദ്ധന്മാരുടെ പ്രാർത്ഥനകളാൽ കർത്താവ് യേശുമിശിഹായുടെ വലങ്കൈ എന്നേക്കും നിങ്ങളിൽ ആവസിക്കുകയും ചെയ്യുമാറാകട്ടെ. ആമീൻ. ബാരിക്കുമോർ. വീണ്ടും വിശ്വാസികളെ, ഈ കൽപ്പനകൾ നിങ്ങൾക്കെല്ലാവർക്കുമായിട്ടാകുന്നുവെന്ന് അറിഞ്ഞുകൊള്ളുവീൻ. നിങ്ങളിൽ ഓരോരുത്തരും അവനവൻ്റെ ഭാര്യയോടുള്ള ബന്ധം എങ്ങനെയായിരിക്കണമെന്ന് നല്ലവണ്ണം ശ്രദ്ധിപ്പീൻ. ഭാര്യ സ്വന്തം ആളുകളെ വെടിഞ്ഞ് ഭർത്താവുമായി ചേർന്ന് ഒന്നായി തീർന്നിരിക്കുന്നു. ആകയാൽ ഭർത്താവ് ഭാര്യയെ പ്രീതിപ്പെടുത്തുകയും അവളോട് ദയവുള്ളവനായിരിക്കുകയും ചെയ്യണം. ഭർത്താവ് നഗ്നായിരുന്നാലും ഭാര്യയ്ക്ക് ധരിപ്പാൻ നൽകണം. സ്വപ്രാണനെ പോലെ ഭാര്യ ഭർത്താവിനോട് വർത്തിക്കണം. ഭർത്താവ് വിശന്നിരുന്നാലും ഭാര്യയ്ക്ക് ഭക്ഷണം നൽകണം. ഭർത്താവ് ദാഹിച്ചിരുന്നാലും ഭാര്യയ്ക്ക് കുടിക്കുവാൻ നൽകണം. ഭാര്യയും ന്യായപ്രമാണ പ്രകാരം ഭർത്താവിൻ്റെ പരിചരണം നിർവഹിക്കുവാൻ കടപ്പെട്ടവളാകുന്നു. എല്ലാ കാര്യങ്ങളിലും സ്നേഹത്തോടും പ്രേമത്തോടും കൂടി ഭാര്യ ഭർത്താവിൻ്റെ അടുക്കൽ വർദ്ധിക്കണം. നമ്മുടെ കർത്താവായ യേശുമിശിഹായുടെ കൃപ ഞങ്ങളിലും നിങ്ങളിലും എന്നേക്കും ഉണ്ടായിരിക്കട്ടെ. ആമീൻ. ഞങ്ങളുടെ പിതാവേ, നിന്റെ തിരുനാമം പരിശുദ്ധമാക്കപ്പെടണമേ. നിന്റെ രാജ്യം വരണമേ. നിന്റെ തിരുവിഷ്ടം സ്വർഗ്ഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമുള്ള അപ്പം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. പരീക്ഷയിലേക്ക് ഞങ്ങളെ പ്രവേശിപ്പിക്കരുതേ, പിന്നെയോ ദുഷ്ടനികളെ രക്ഷിച്ചുകൊള്ളണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും നിനക്കുള്ളതാകുന്നു. ആമീൻ. മറിയമേ, നിനക്ക് സമാധാനം. നമ്മുടെ കർത്താവ് നിന്നോടുകൂടി സ്ത്രീകളിൽ നീ വാഴ്ത്തപ്പെട്ടവളാകുന്നു. നിന്റെ ഉദരഫലമായ കർത്താവ് യേശുമിശിഹാ വാഴ്ത്തപ്പെട്ടവനാകുന്നു.
ശുദ്ധമുള്ള കന്യകമറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും ദൈവം തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ. ആമേൻ. പാർക്കുമോർ വന്യപിതാക്കന്മാരുടെ പ്രാർത്ഥന നാം ഏറ്റുചൊല്ലണം. ശക്തിയുള്ള പിതാവായി ആകാശത്തിന്റെയും ഭൂമിയുടെയും കാണപ്പെടുന്നവയും കാണപ്പെടാത്തവയുമായ സകലത്തിന്റെയും സൃഷ്ടാവുമായ സത്യേക ദൈവത്തിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. സർവലോകങ്ങൾക്കും മുമ്പേ പിതാവിൽ ജനിച്ചവനും പ്രകാശത്തിൽ നിന്നുള്ള പ്രകാശവും സത്യദൈവത്തിൽ നിന്നുള്ള സത്യദൈവവും ജനിച്ചവനും സൃഷ്ടിയല്ലാത്തവനും സാരാംശത്തിൽ പിതാവിനോട് സമത്വമുള്ളവനും സകലവും താങ്കുമാത്രമായി നിർമ്മിച്ചവനും മനുഷ്യന് വേണ്ടി തിരുമനസ്സായ പ്രകാരം സ്വർഗ്ഗത്തിൽ നിന്നിറങ്ങി വിശുദ്ധ റൂഹായാൽ ദൈവമാതാവായ വിശുദ്ധ കന്യകമറിയാമിൽ നിന്ന് ശരീരിയായി തീർന്ന മനുഷ്യനായി പൊന്തിയോസ് പീലാത്തോസിന്റെ ദിവസങ്ങളിൽ ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിൽ തറയ്ക്കപ്പെട്ട് കഷ്ടതയനുഭവിച്ച് മരിച്ച് അടക്കപ്പെട്ട് മൂന്നാം ദിവസം ഉയർത്തെഴുന്നേറ്റ് സ്വർഗത്തിലേക്ക് കയറി തന്റെ പിതാവിന്റെ വലതുഭാഗത്തിരുന്നവനും ജീവനുള്ളവരെയും മരിച്ചവരെയും വിധിപ്പാൻ തന്റെ വലിയ മഹത്വത്തോടെയും വരുവാനിരിക്കുന്നവനും തന്റെ രാജ്യത്തിന് അവസാനമില്ലാത്തവനുമായ യേശു മിശിഹായെ കർത്താവിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. ജീവിപ്പിക്കുന്ന കർത്താവ് പിതാവിൽ നിന്ന് പുറപ്പെട്ട് പിതാവിനോടും പുത്രനോടും കൂടെ വന്ദിക്കപ്പെട്ട് സ്തുതിക്കപ്പെടുന്നവനും നിബിയന്മാരും ശ്ലീഹന്മാരും മുഖാന്തരം സംസാരിച്ചവരുമായ ജീവനും വിശുദ്ധിയുമുള്ള ഏകറോഹായാലും കാതോലികവും ശ്ലൈഹികവുമായ ഏകവിശുദ്ധ സഭയിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. ഒരിക്കൽ മാത്രമാകുന്നു നിങ്ങൾ ഏറ്റുപറഞ്ഞ് മരിച്ചുപോയവരുടെ ഉയർപ്പിനും വരുവാനിരിക്കുന്ന ലോകത്തിലെ പുതിയ ജീവനുമായി ഞങ്ങൾ നോക്കി പാർക്കുന്നു. ആമീൻ. പാർക്കുമോ സ്തോമൻ കാലസ് കുറിയേലായിസോ. നാൾ സ്തുതിയുടെ രാജമകൾ ഹല്ലേലൂയ ഹല്ലേലൂയ നിൻവലമായി രാജഭാമിനിയും നിന്നടകരജൻ മോഹിപ്പാൻ ഹല്ലേലൂയ ഹല്ലേലൂയ നിൻ ജനമോർക്കായിക പിതൃഗ്രഹവും പാർക്കുമോ. മെൻമൂലം മാതാവൽ മൂലം വൽമീനാമീൻ നിന്നിലുദിച്ചോരേകസുതൻ തൃക്കരൾ ഞങ്ങളിൽ അലിവാൻ പക്കലപേക്ഷയാണ് കേണം. സ്തോമൻ കാലസ് കുറിയേലായിസോ. സ്മരണം വരദായകമാകാത്തൽ പ്രാർത്ഥന ഞങ്ങൾ ആത്മാവിന് കോട്ട പാർക്കുമോ. ദൈവപ്രസവിത്രീ കന്യകമറിയാമിൻ ഉയരുന്നോയാരിൽ സുഖപരിമളധൂപം മാതൃജനത്തിൻ പ്രാർത്ഥനയും അടികളെയും നിൻ കോപത്തിൻ വടികളെയും മായ്ച്ചിടേണം. വളരുമവൻ ലബനോൻ കാരകിൽ പോൽ വൃദ്ധതയിലും അവ തളിരിട്ടു തഴച്ചിടുമേ. ഹല്ലേലൂയ. അർത്ഥിക്കും അവർക്കു ദുഷ്ടി പുഷ്ടികളും മാർക്കുമോ. മെൻമൂലം മാതാവിൽ മൂലം വൽമീനാമിൻ ഉണ്ടേ മേലും നിന്നോർമ്മ ഉദകണമേ. നിൻ പ്രാർത്ഥന നിൻ ഓർമ്മയെ ബഹുമാനിച്ചോർക്കാൻ സ്തോമൻ കാലസ് കുറിയേലായിസോ. ഭാഗ്യം ശ്രീകർക്കും ഭാഗ്യം സഹദീർക്കും പുനരുദ്ധാനദിനെ പാർക്കുമോ. മശിഹായെ കാൺമാൻ കാക്ഷിച്ചൊരു സഹദീർ വളച്ചിറകുകൾ പൂണ്ടുന്നത പദമേറി മുറിയോരാകെ മലൈനുവാതായി. ശുദ്ധന്മാരെ നിങ്ങൾ പ്രാർത്ഥിപ്പിൻ കർത്താവോട്. അടികളെയും തൻ കോപത്തിൻ വടികളെയും ആകാശത്തെയും ഭൂമിയെയും സൃഷ്ടിച്ച കർത്താവിനാൽ എല്ലാവരും അനുഗ്രഹിക്കപ്പെട്ടവരാകുന്നു. ആത്മീയമായി ഈ ശുശ്രൂഷയിൽ ഞങ്ങളോടുകൂടി
സംബന്ധിച്ച നിങ്ങളെല്ലാവരെയും ദൈവം തമ്പുരാൻ വാഴ്ത്തി പുണ്യപ്പെടുത്തുമാറാകട്ടെ. ദൈവമായ കർത്താവ് നിങ്ങളെയും വിശ്വാസികളായ നിങ്ങളുടെ പരേതരെയും വാഴ്ത്തി പുണ്യപ്പെടുത്തുമാറാകട്ടെ. പിതാവും പുത്രനും പരിശുദ്ധരുമായുള്ള ബലഹീനമുള്ളതും കുറവുള്ളതുമായ ഞങ്ങളുടെ പ്രാർത്ഥനകൾ തൻ്റെ ഉന്നതമായ സിംഹാസനം കേൾക്കപ്പെട്ടവയും അംഗീകരിക്കപ്പെട്ടവയും ആക്കി തീർക്കുമാറാകണമേ. തിരുമേനിമാരുടെ അനുവാദത്തോടെ വിവാഹോദാശ പൂർത്തിയായിരിക്കുകയാണ്. ഇപ്പോൾ കുടുംബജീവിതത്തിലേക്ക് പ്രവേശിച്ചിരിക്കുന്ന മണവാളിനും മണവാട്ടിക്കും ഇടവകയുടേതായ എല്ലാ ആശംസകളും നേരുന്നു. ഇടവകയുടേതായ ഉപകാരം അഭിയന്തി പിതാക്കന്മാർ ഇപ്പോൾ ദൈവത്തിൻ്റെ വചനം നിങ്ങളുടെ കാലുകൾക്ക് ദൈവമായിരിക്കട്ടെ. കുടുംബജീവിതത്തിലേക്ക് പ്രവേശിക്കുന്ന ദമ്പതികൾ അവരുടെ പ്രഥമ കാണിക്കകൾ ദേവാലയത്തിൽ സമർപ്പിച്ച് ഇപ്പോൾ വിവാഹ രജിസ്റ്ററിൽ ഒപ്പുവയ്ക്കുന്നതായിരിക്കും. പ്ലീസ്. വിവാഹോദാശയ്ക്ക് മുഖ്യ കാർമ്മികത്വം വഹിച്ച അഭിമന്യ കുര്യാക്കോസ് മാർ ക്ലെമീസ് വലിയ മെത്രാപ്പോലിത്ത, മലങ്കര സഭയുടെ വലിയ മെത്രാപ്പോലിത്ത അഭിമന്യ തിരുമനസിനോടുള്ള നന്ദിയും സ്നേഹവും അറിയിക്കുന്നു. കൂടെ തന്നെ അഭിമന്യ ഡോക്ടർ ജോഷുവ മാർ നിക്കോദിമോസ് തിരുമേനിയുടെ സാന്നിധ്യവും നേതൃത്വം ഉണ്ടായിരുന്നു. അഭിമന്യ തിരുമനസിനോടും പ്രത്യേകം നന്ദി അറിയിക്കുകയാണ്. ബഹുമാനപ്പെട്ട റോയ് ചായനോടും പ്രത്യേകാൽ വന്യനായ പോളച്ചനോടുമുള്ള സ്മരണാർത്ഥം കടന്നു വന്ന എല്ലാ വൈദിക ശ്രേഷ്ഠരോടും, പ്രത്യേകിച്ച് കോറപ്പിസ്കോപ്പമാർ, വൈദിക ശ്രേഷ്ഠ ശമാശന്മാർ, ബോംബെയിൽ നിന്നും അമേരിക്കയിൽ നിന്നുമൊക്കെ കടന്നു വന്ന എല്ലാ വൈദിക ശ്രേഷ്ഠരോടുമുള്ള നന്ദിയും സ്നേഹവും കുടുംബാംഗങ്ങൾക്ക് വേണ്ടിയും ഇടവകയ്ക്ക് വേണ്ടിയും അർപ്പിക്കുന്നു. കടന്നു വന്നിരിക്കുന്ന നിങ്ങൾക്ക് എല്ലാവരോടുമുള്ള നന്ദിയും സ്നേഹവും അറിയിക്കുകയാണ്. റിസപ്ഷന് ഇതിനോടുള്ള ഹാളിൽ 5 മണി മുതൽ ആരംഭിക്കുന്നതായിരിക്കും എന്നും അറിയിച്ചുകൊള്ളുന്നു. ഇന്ന് വിവാഹിതരായിരിക്കുന്ന പ്രിയപ്പെട്ട റോഷനും ജോസ്നയ്ക്കും ആശംസകൾ നേരുന്നു. ദി ഹോളി വോയിസ് ഓർക്കസ്ട്ര, വാഴക്കുന്നം, കോഴഞ്ചേരി. There shall be showers of blessing. This is the promise of God. There shall be seasons refreshing, sent from the Savior above. Showers of blessing, showers of blessing we need. Sound us are falling, but for the showers we pray. ആശിസമാരിയുണ്ടാകും ആനന്ദവാഗ്ദത്തമേ, മേൽ നിന്നു രക്ഷകൻ നൽകും ആശ്വാസകാലങ്ങളെ. ആശിസമാരി ആശിഷം ചെയ്യണമേ, കൃപകൾ വീഴുന്നു ചാരി വന്മഴ താദേവമേ.
ബഹുമാനപ്പെട്ട വൈദികർക്ക് പള്ളിയുടെ പാഴ്സനേജിൽ ഭക്ഷണം ക്രമീകരിച്ചിട്ടുണ്ട് എന്ന് പ്രത്യേകം അറിയിച്ചോളൂ. There shall be showers of blessing, graciously reviving the day over the hills and the valleys, sound of abundance of rain, showers of blessing, showers of blessing we need, mercy drops round us are falling, but for the showers we need. Thank you.